എന്ന് പറഞ്ഞു. അസാബത്തുൽ ഖസർ എന്ന് പറയുന്നത് 4 ബരീദ് വേണം. ഒരു ബരീദ് എന്ന് പറഞ്ഞാൽ 4 ഫർസഖാണ്. അപ്പൊ 14 ഫർസഖ് വേണം. അങ്ങനത്തെ ഒരു യാത്ര ഉദ്ദേശിച്ച് പുറപ്പെടണം. ഫർസഖ് എന്ന് പറഞ്ഞാൽ 3 മൈലാണ്. അപ്പൊ 16 3 48 മൈലുള്ളൊരു യാത്ര വേണം. ആ മൈലെന്ന് പറയുന്നത് നിങ്ങളുടെ എടുത്ത മൈലല്ല. والميل ألف من الباطق والبعر 4 أذرع فتتبعوا. ഒരു മൈൽ എന്ന് പറയുന്ന 1000 ബാഴത്താണ്. ഒരു ബാഴത്ത് എന്ന് പറയുന്ന 4 മുഴമാണ്. അങ്ങനത്തെ ഒരു 4000 മുഴമുള്ള ഒരു മൈല്, അങ്ങനത്തെ 48 മൈല്. എങ്ങനെ ഭിത്തിന്റെ ഇതായി പറഞ്ഞ കണക്ക് അമേരിക്കയിലും ലണ്ടനിലും റഷ്യയിലും ഒക്കെ കൊണ്ടുവന്ന് കടന്നു ഒപ്പിക്കാൻ പറ്റില്ല. മറ്റേ ഇവിടുത്തെ കിലോ അവിടുത്തെ പറ്റത്തില്ല, അവിടുത്തെ മാത്രം ഇവിടെ പറ്റത്തില്ല. അതൊന്നുമല്ല. ഫിഖ് പറയുന്ന കണക്ക് എവിടെ കൊണ്ടുവച്ചാലും നമുക്ക് കടന്നു ഒപ്പിച്ച് കളയാം. അത് മനസ്സിലായി. ഇനി അവിടെ വിട്ടാ അത് ഇനി ഒരു മുഴം എന്ന് പറഞ്ഞാൽ അറിയണം. 24 വിരൽ അടുപ്പിച്ച് വെച്ചാൽ കാണുന്ന ഒരു വിരല്, ഒരു മുഴം, 24 മുഴം. ഇനി വിരലെന്താണെന്ന് അറിയണം. വിരലെന്താണെന്ന് അറിയണമെങ്കിൽ 6 ഗോതമ്പോണി ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് അടുക്കി വെച്ചാൽ 6 എണ്ണം വെച്ചാൽ ഒരു വിരലിന്റെ വീതി കിട്ടും. ഇനി ഗോതമ്പോണി ഏതാണെന്ന് അറിയണോ? എന്നാ ഷൈറത്തു സിത്തു ഷൈറാത്തിൻ കഥ മിൻ ഷൈരി ബഗ്ലിൻ ലൈസ മിൻഹാ ബുദ്ഉ. 6 ഗോവർ കല്ലേടെ 6 കൂടി എടുത്ത് അടുപ്പിച്ച് വെച്ചാൽ ഒരു ഗോതമ്പിന്റെ വണ്ണം കിട്ടും. ലൈസ മിൻഹാ ബുദ്ഉ. ഇപ്പൊ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ എന്നാ ഫുഖാക്കൾ പറയും. അപ്പൊ 7 അല്ല 6 മുടി ഗോവർ കല്ലേടെ മുടി അടുപ്പിച്ച് വെച്ചാൽ കിട്ടുന്ന ഒരു ഗോതമ്പിന്റെ വണ്ണം. 6 ഗോതമ്പ് അടുപ്പിച്ച് വെച്ചാൽ ഒരു വിരലിന്റെ എണ്ണം വണ്ണം. ആ വിരൽ 24 കൂടുമ്പോൾ ഒരു മുഴത്തിന്റെ വലിപ്പം. ആ മുഴം 1000 മുഴം കൂടുമ്പോൾ ഒരു മൈല്. അങ്ങനത്തെ 48 മൈലുള്ള ഒരു യാത്ര ഉദ്ദേശിച്ചുകൊണ്ട് സ്വന്തം മഹല്ല് വിട്ടു കഴിഞ്ഞാൽ അവന് ഖസ്ർ ആക്കാൻ 4 റക്അത്തുള്ള 2 റക്അത്താക്കി നിസ്കരിക്കാവുന്നതാണ് ഫിഖ്. അതേ സമയത്ത് ഇവിടെ എന്താ പറഞ്ഞത്? ഭൂമിയിൽ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഖസ്റാക്കാവുന്ന ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊരു അക്രമമാണെന്ന് പറഞ്ഞത് അല്ലേ? ഇതാ വെളുക്കുന്നവരോട് ഞാനിവിടെ നിന്നായിട്ട് ഇതാക്കൊന്തും ഇടസ്വലാത്തി ഭൗഷൂഹൊക്കെ നിസ്കരിക്കാൻ അങ്ങോട്ട് ചെന്ന് നിന്നാൽ അതെന്ത് ചെയ്യുള്ളൂ? ഇപ്പൊ എളുപ്പമുണ്ട്. എല്ലാ കടകളിലും ഉണ്ടല്ലോ കുപ്പി വെള്ളം. നമ്മുടെ സഭയിലെ ഉപ്പായാണെങ്കിൽ വരെ മേടിച്ചില്ല അതിനകത്ത് ഒരു കുപ്പി വെള്ളം ഇല്ലേ? അവരെ പള്ളികളുണ്ട്. ഇക്കാമത്തെ കൊടുത്ത് എല്ലാരും വന്നു. അങ്ങോട്ട് ആണെങ്കിലും ഇമാമും വന്ന അപ്പോൾ പോക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കുക. പള്ളിയുടെ അകത്ത് ആടി വീപ്പിയായിട്ട് വരുത്തില്ല. പള്ളി മുഴുവൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാ കുന്തും ഇടസ്ഥലത്ത് ഭക്ഷണമെന്ന വ്യക്തമായിട്ട് നിസ്കരിക്കാൻ നിന്നപ്പോ മുഖം കഴിയണമെന്ന ഏതാ കുഞ്ഞാൽ അങ്ങനെയല്ല ഇതിന്റെ ഉദ്ദേശം. അപ്പൊ പറഞ്ഞുകൊണ്ടൊന്നും നബിയോട് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ മുഖം കഴിയണമെന്നാണ് ആ പടച്ചവൻ പറഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നബി എന്ത് പറയുന്നു അത് നിങ്ങൾ പിൻപറ്റിക്കൊള്ളണം. അത് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവര് പാലിച്ചു. അവര് ഖുർആനിൽ എന്തുണ്ടെന്ന് നോക്കാറില്ല, നബി എന്ത് ചെയ്തു എന്ന് മാത്രം നോക്കി പ്രവർത്തിച്ചവരാണ് സ്വഹാബത്ത്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജറുടെ ചോദന മുത്താൻ ചെന്ന് എല്ലാവരും കൂടെ ഹജീഫുള്ള ഒരുപാട് ആള് ചെന്ന് അത് തിരക്കായിരുന്നു. ഇന്നത്തെ തിരക്കൊന്നുമില്ല. അപ്പൊ മൂപ്പര് ദൂരമാറി നിൽക്കുക. ആര് ഉമർ റളിയല്ലാഹു അൻഹു എല്ലാരും മുട്ടുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും വന്നു ചോദിച്ചു മുട്ടുന്നില്ലേ? ഏതാ അമീറുൽ മുഅ്മിനീനല്ലേ? അത് മുട്ടുന്നില്ലേ? ചോദിച്ചു. മുത്തറോ? ഞാൻ മുത്താം. മുത്ത് എല്ലാരും കൂടെ മുത്തുന്ന മൂപ്പരിങ്ങനെ ദൂരെ കാലുവാത്തി നിന്നത് കണ്ടോണ്ടിരിക്കുക. ഞാനവിടെ ഇല്ല. എന്തായാലും ദൂരം ഞാൻ പറയുക എല്ലാരും മുത്തുന്നു എന്നു. മുത്ത് എല്ലാവരുടെ മുത്ത് കഴിഞ്ഞു. മൂപ്പര് മുത്തണ്ടേ? ഇത് അന്നേരം കല്ലിനോട് പറയുക ഇനി ആഴമോ എന്നൊക്കെ ഹജറു നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ആ സംഭവം വരാത്ത നിന്നെ കൊണ്ട് ഗുണവുമില്ലത് ഓർമ്മയില്ലെന്ന് എനിക്കറിയാം.
لولا أني رسول الله صلى الله عليه وسلم يقبلك അള്ളാന്റെ റസൂൽ നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടുപോയി. അതില്ലായിരുന്നെങ്കിൽ സമ്പത്തുകളിൽ ഞാൻ മുത്തത്തില്ല. വേറൊരു റിവായത്തുകൊണ്ട് ഞാൻ അടിച്ചുപൊട്ടിച്ച് ചിന്തകളിൽ ഇറങ്ങിയതായിരുന്നു. പക്ഷേ തങ്ങൾ മുത്തിപ്പോയി. ഇനി അഭിപ്രായം പറയാൻ വയ്യ. ഖുർആനാണ്. നബി എന്ത് പറയും ചെയ്യുന്നു അത് നിങ്ങൾ കേട്ടോളണം. നബി എന്ത് വിലക്കുന്നു അത് വിട്ടേക്കണമെന്ന് ഖുർആൻ അനുസരിക്കുന്ന ഒരാളിന് നബി എന്ത് ചെയ്തു എന്ന് നോക്കുക. അല്ലാതെ ഖുർആനിൽ എന്തുണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യം ഖുർആൻ വിശ്വസിച്ചവർക്കില്ലേ ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടി നേരത്തെ ഓഫീസിൽ വന്ന് വർക്ക് നമ്മുടെ സയ്യിദുന ഇപ്പൊ പറയുന്ന പെണ്ണുങ്ങളപ്പുറത്തിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും യുവാക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. റസൂലും സഹാബത്തോട് പറയുന്നത് ആഖിറത്തിന്റെ കാര്യം ചെയ്ത് സ്വർഗം എടുത്തു തരുന്നവർ മാത്രമാണ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അത് തന്നെയാണ് വേണ്ടത്. ഈ ദുനിയാവിൽ നിന്ന് ഉറപ്പിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു സ്വർഗത്തിൽ അവന്റെ കാല് പ്രവേശിച്ചു കഴിയുമ്പോൾ ഫഖദ് ഫാസ, അവൻ വിജയിച്ചു. അതുവരെ അവൻ വിജയിച്ചെന്ന് കരുതാൻ പാടില്ല. അവന്റെ കാൽപാദങ്ങൾ കണ്ടും സ്വർഗത്തിൽ കാണുമ്പോൾ അവൻ വിജയിച്ചു. അതിനുവേണ്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അവരുടെ എല്ലാ പദ്ധതികളും അതിൽ തന്നെയായിരുന്നു. അവരുടെ ഒന്നും സംശയിച്ചു പോകണ്ട. പക്ഷേ നമ്മുടെ ആവശ്യം അതല്ലല്ലോ. നമുക്ക് ദുന്യാവികല്ലോ ഒക്കെ ചെയ്തെടുത്തുണ്ടോ എന്നാണല്ലോ ആലോചിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ദുന്യാവിന്റെ കാര്യങ്ങൾ കൂടി കുത്തി ചേർക്കേണ്ടി വരുന്നത്. അല്ലെ, ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ. ദുന്യാവ് വേണം എന്നെങ്കിലേ കാര്യമുള്ളൂ. അപ്പൊ കുറച്ച് ദുന്യാവിരിക്കട്ടെ, ഒരു എഞ്ചിനീയറിംഗ് കോളേജും ഒരു മറ്റേ കോളേജും മറ്റേ കോളേജും എല്ലാം കൂടെ അറ്റാക്ക് ചെയ്യേണ്ടി വന്നു. എന്നാൽ ബഹുമാനപ്പെട്ട നബിയും സഹാബത്തും അങ്ങനെയും ചെയ്യത്തില്ല. അവരാഹൃത്തെ പറ്റി മാത്രമാണ് ചിന്തിച്ചിട്ടുള്ളത്. ആഹൃത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ദുന്യാവരുടെ കൂടെ ചെന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. റസൂലും സഹാബത്തും എന്ത് ചെയ്തു എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്ന ദുന്യാവിൽ? അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ഭൂമിയിൽ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? റസൂലിന്റെ മതത്തിൽ പറയാൻ പോകാൻ പറ്റുമോ? അതുപോലല്ലേ തങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, അതൊരു നാടൻ മതം പറയാം, മറ്റൊരു പറയേണ്ടത് വേറെയാണ്. അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. അതിൽ ആ മേവാജ് മനസ്സിലുള്ള ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രസരിച്ചാൽ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും. കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടാവും. അത് 10 ദിവസം അളവുവെച്ചോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 ദിവസം വയത് വെക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും തിന്നോട്ട് വന്നിട്ട് പ്രസംഗിക്കാം. നിങ്ങൾക്ക് കാള് വെച്ചോ എന്നിരുന്ന് കേട്ടാൽ മതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഇന്നലേക്ക് പറ്റത്തില്ല. എന്നാലും നബിയെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ഈ ദുന്യാവിൽ എന്ത് സാധിച്ചു എന്നല്ലേ നിങ്ങളുടെ ചിന്ത? ഇത് സാധിക്കാത്തത് എന്താണ്? ലോകത്ത് എന്താണ് മനുഷ്യർക്ക് ആവശ്യമുള്ളത്? ജീവജാലങ്ങൾക്ക് മുഴുവനും എന്താണ് ആവശ്യമുള്ളത്? എന്നെ നോക്കൂ, അങ്ങോട്ടും ചിന്തിക്കല്ലേ. ജീവജാലങ്ങൾക്ക് മുഴുവൻ ആവശ്യമുള്ളത് 2 കാര്യം, മനുഷ്യർക്ക് 3 കാര്യം വേണം. അതെന്തൊക്കെയാണ്? സമാധാനവും സംതൃപ്തിയും സമൂഹത്തിനിടയിൽ അംഗീകാരവും. ഇത് 3 വേണ്ടത്. സമാധാനം വേണം, സംതൃപ്തി വേണം, സമൂഹത്തിനിടയിൽ അംഗീകാരവും വേണം. സമാധാനവും സംതൃപ്തിയും എല്ലാ ജീവജാലങ്ങൾക്കും വേണം. അല്ലെ, കാട്ടിക്കിടക്കുന്ന മൃഗങ്ങൾക്കും സമാധാനം വേണം. ആരും ഒരു തോക്കും കൊണ്ട് അവിടെ ചെല്ലരുത്, അമ്പും വില്ലും കൊണ്ട് എന്നവരെ സ്വൈര്യക്കേടുണ്ടാക്കരുത്. ഇല്ലേ, ഏതെങ്കിലും ഒരു ആട്ടിനെയോ ഒരു മാനെയോ കൊന്നു തിന്നാനുള്ള സൗകര്യവും വേണം. അപ്പൊ സമാധാനവും സംതൃപ്തിയും അവർക്കും വേണം. സമൂഹത്തിനിടയിൽ അംഗീകാരം മനുഷ്യർക്ക് വേണം. ഇത് വളരെ ഗൗരവമുള്ളതാണ്. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. റസൂലുള്ളാ ദുനിയാവിൽ വല്ലതും നേടിത്തന്നോ? കയ്യിലിരിക്കട്ടെ. നേരത്തെ ഹോട്ടലിൽ മധുരമില്ലാത്ത ചായ എന്ന് ചോദിച്ചു, മധുരത്തിന് നല്ല ബുദ്ധിമുട്ടോ ഉണ്ടോ? ഒരു 100 റുപ്യ കൊടുത്തിട്ട് 2 കിലോയെ കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ ബുദ്ധിമുട്ടും
വേറെ എന്താ മധുരത്തിൽ വല്ല ബുദ്ധിമുട്ടുണ്ട് എന്നോട് ചോദിക്കുക. ആ ഉണ്ട്, 100 റുപ്യ കൊടുത്താൽ 2 കിലോ കിട്ടും. അത് അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അതേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. മധുരമില്ല വൈരാഗ്യമാരൊക്കെ ഉണ്ട്, മധുരമില്ലാത്ത ചൂടുള്ള ഞാൻ പറയുന്നത് തമാശയാക്കണേ, കാര്യമാക്കണേ. സഹോദരൻ അങ്ങനെ തമാശയാക്കത്തേ ഉള്ളൂ. 55 കൊല്ലം വന്ന് മാതൃഭൂമി എഴുതിയിരിക്കുന്നു, ഒരു പേജ് മുഴുവൻ കൂടെ. അത് വേറെ ഒരു വാചകവുമില്ല, എല്ലാം എന്നെ പറ്റിയാ. അപ്പൊ അത് 55 കൊല്ലം എഴുതി. ഈ 55 കൊല്ലത്തിനുള്ളിൽ ആളുകൾക്കൊന്നും ഒരു വെറുപ്പ് എന്നെപ്പറ്റി ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ടൊന്നും കാണുന്നില്ല. വല്ലോ ഇൻഡിവിജ്വലായിട്ട് വല്ല ഒരാൾക്കോ 100 ആളുകൾക്കോ എന്തെങ്കിലും വല്ല നോക്കേടും കാണും, അത്രയേ ഉള്ളൂ. സമൂഹത്തിന് എന്നോട് വെറുപ്പില്ല. അപ്പൊ ഞാൻ പറയട്ടെ, എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് ഇത് 3 ആണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. സമാധാനവും സംതൃപ്തിയും സമൂഹത്തിനിടയിൽ നിലപാട് അതിനെ ഉണ്ടാക്കി തന്ന ഉണ്ടാകേണ്ടത് എവിടെ? ദുന്യവിയായ വളർച്ചയാണെങ്കിൽ അമേരിക്കയിലാണ് ഇത് 3 വേണ്ടത്. അവിടുത്തെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വാർഷികത്തിൽ അതിന്റെ ഡയറക്ടർ റിപ്പോർട്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഭൂമിയിൽ ഇത്രയും സമാധാനമില്ലാത്ത രാജ്യം വരെയില്ല. ഭൂമിയിൽ ഇത്രയും സമാധാനവും സംതൃപ്തിയില്ലാത്ത രാജ്യം വരെയില്ലെന്നാണ് അവരുടെ റിപ്പോർട്ട്. അവിടുത്തെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വാർഷികത്തിലെ എന്താ അങ്ങനെ വരാമോ? കാരണം എന്താ, ഇന്ത്യയിലെ മൊത്തം ഭൂമി 81 കോടി ഏക്കേഴ്സ് എന്ന് ഞാൻ മുമ്പ് പഠിച്ചതാ. 81 കോടി ഏക്കേഴ്സ് ആ ഭൂമി ഭാരതത്തില്. അത് 33 കോടി ഏക്കർ കൃഷി അന്നത്തെ കണക്കാ. 10 കോടി ഏക്കർ ജലസേചനം നടന്നിട്ടുണ്ട്, ബാക്കി കമ്മിയാണ്. ഇപ്പൊ കമ്മിയായിട്ട് 33 കോടി ഏക്കർ കൃഷി ചെയ്യുന്ന ഭാരതത്തിൽ തിന്നാൻ അന്ന് 80 കോടി ജനങ്ങൾ. മനസ്സിലാക്കണം. അമേരിക്കയിൽ 116 കോടി ഏക്കർ കൃഷിയുണ്ട്. ഇന്ത്യയുടെ മൊത്തം ഭൂമിയുടെ പകുതിയും കൂടി കൃഷി സ്ഥലമുണ്ട്. ആ കൃഷി സ്ഥലം തന്നെ 1200 നാഴിക നീളമുള്ള മിസൗറി, മിസിസിപ്പി നദികളും അനേക ശതം പോഷക നദികളും എല്ലാ ഭാഗത്തേക്കും ജലസേചനം നടത്തുന്നുണ്ട്. ഒരച്ഛനും മകനും ഒരു വീട്ടിലുണ്ടെങ്കിൽ 10 മണിക്ക് ഓഫീസിൽ പോകുന്നതിനുള്ളിൽ 100 ഏക്കർ കൃഷി ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാമുള്ള അമേരിക്കയിലെ, ഇത്രയും അധികം വിളയിപ്പിക്കുന്ന അമേരിക്കയിലെ ഉപഭോക്താക്കൾ ഇപ്പോഴും 25 കോടി. എങ്ങനെയുണ്ട് അവിടെ അസംതൃപ്തിയുടെ കാര്യം? എന്ത് ലോകത്തെ വ്യവസായ രംഗത്ത് ലോകത്തെ നയിക്കുന്ന അമേരിക്കയാണ് അല്ലെ? യന്ത്രവൽക്കരണം ഇത്ര സാർവത്രികമായി നടക്കുന്ന രാജ്യം വേറെ ഭൂമിയിലില്ല. പശു പാല് പാൽക്കട്ട് പോലും ലോകത്തുള്ളതിന്റെ പകുതി കൂടുതൽ അമേരിക്കയിലാണ് അല്ലേ? എന്താണ് കുഞ്ഞുങ്ങളെ കണക്ക് ശരിയല്ലേ? ഇങ്ങനെയുള്ള എല്ലാ സമ്പന്നതയും ഏകയോഗക്ഷേമമായി സമ്മേളിപ്പിക്കുന്ന അമേരിക്ക 25 കോടി ജനങ്ങളും. എന്നിട്ടാ പറഞ്ഞത് ഇത്രയും ലോകത്ത് സംതൃപ്തിയില്ലാത്ത, സമാധാനമില്ലാത്ത രാജ്യം വേറെയില്ല. ഇത് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ വെറും 23, 10, 33, 10, 43, 50 കൊല്ലം 50 കൊല്ലം കൊണ്ടൊരു പ്രത്യയശാസ്ത്രം എങ്ങനെ ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ഭൂമിയിൽ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഏകദൈവമെന്നൊരു സിദ്ധാന്തവുമായി പ്രത്യക്ഷപ്പെട്ട മുന്നാനബി 50 കൊല്ലത്തിനുള്ളിൽ ഭൂലോകം അംഗീകരിച്ചു പോയി. ഭൂലോകത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചു ആ ഒരു പ്രത്യയശാസ്ത്രം. അത് അംഗീകരിച്ചിട്ട് ഖിയാമത്ത് വരെ നിലനിർത്തി. ഇന്ന് ഭൂമി ഞങ്ങൾ പോയത് ശരിയായില്ല. ഞങ്ങളിവിടെ പ്രസംഗം അവിടെ നിന്നാണ് ഇരുന്ന് പ്രസംഗം കേട്ടോളൂ. ഞാൻ അദ്ദേഹം പറഞ്ഞേച്ചു തങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയണം അങ്ങോട്ട് തിരിഞ്ഞ്. അതുകൂടെ പറഞ്ഞിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. തങ്ങന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. എന്നാ ചിലപ്പോൾ വളരെ ദൂരമുള്ള സമയത്തായിരിക്കും ഏതൊരു തങ്ങള് ഒരു കത്തും കൊടുത്ത് അയക്കുന്നത്. വരാതിരിക്കാനൊക്കെ അപ്പൊ പറ ഓർമ്മസ്പക്ഷമുണ്ട്, പറയുന്നത് വിട്ടുപോകും. എന്തോ പറഞ്ഞു? ഒരു പ്രത്യയശാസ്ത്രം. എന്തോ പ്രത്യയശാസ്ത്രം 33 കോടി ദൈവത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ മുമ്പിലാ ഏകദൈവ സിദ്ധാന്തം. താൻ പ്രവാചകനാണെന്നുള്ള ഈ എന്തോന്ന് 50 കൊല്ലം കൊണ്ട് ഭൂലോകത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചു പോയ ആളാ. 24 മണിക്കൂറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ
പോരാൻ പാടില്ലെന്ന് തീരുമാനം. രാവിലെ ഫിലിപ്പൈൻസിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാതെ മറ്റാരുമില്ലേ, മുഹമ്മദ് നബി അദ്ദേഹത്തെ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഫിലിപ്പൈൻസിൽ നിന്ന് രാവിലെ സുബഹിക്ക് ഇങ്ങോട്ട് വിളിച്ചുവിട്ടാൽ 24 മണിക്കൂറും സുബഹി വാക്ക് നടക്കുക ഈ ഭൂമിയിൽ. ആ വിളി അങ്ങോട്ട് നീങ്ങുമ്പോൾ 12 മണിക്ക് വീണ്ടും അവിടെ ഒന്ന് വിളിച്ചങ്ങോട്ട് വിടുക. ഇവിടെ മഗ്‌രിബ് വാക്ക് വിളിക്കും, ഇവിടെ സുബഹി വാക്ക് വിളിക്കുമ്പോൾ അമേരിക്കയിൽ മഗ്‌രിബ് വാക്ക് വിളിക്കുക. അങ്ങനെ നോക്കുമ്പോൾ 25,000 നാടിയ ചുറ്റുമുള്ള ഭൂമിയിൽ 5 നേരത്തെ നമസ്കാരത്തിന്റെ വാങ്ങോടുകൂടി ഭൂമണ്ഡലം മുഴുവൻ 24 മണിക്കൂറും അല്ലാഹു ഏകനാണെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നും ലോകം കേട്ടുകൊണ്ടിരിക്കുക. ഇത് മാത്രമല്ല, അതിന്റെ അംഗങ്ങളായി 180 170 കോടി ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അവരിലുള്ള 98% ആൾക്കാരും ഒരു ദിവസം 5 പ്രാവശ്യം മുഹമ്മദ് പ്രവാചകനാണ്, അല്ലാഹു ഏകനാണ്, അവന് പങ്കാളിയില്ലെന്നുള്ള ഈ പ്രഖ്യാവാക്ക് ഈ 180 കോടി ജനങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം പ്രഖ്യാപിച്ചേ പറ്റൂ. 5 നേരത്തെ സംസ്കാരത്തില് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഒരു ദിവസം ഈ അന്ന് തുടങ്ങി വെച്ച പ്രതിജ്ഞാവാക്ക് 5 ഈ ജനതക്കൊണ്ട് മുഴുവൻ പറയിപ്പിക്കല്ലേ. ഇതെന്തോന്ന് കേട്ടത് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇതൊരാൾ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു നല്ല അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം സാധിച്ചു. ഇത് മാത്രമല്ല, നിങ്ങളുടെ ആവശ്യത്തോ ആ ലോകത്ത് സമാധാനവും സംതൃപ്തിയും ലോകത്തിന്റെ മുമ്പിൽ അംഗീകാരവും അല്ലേ? അതാണ് ഇല്ലാത്തത്. ലോകം മുഴുവനും ഇസ്ലാമിനെ അംഗീകരിച്ചു പോയില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുക്ക് നിർത്താം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടില്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. Islam, which had made a strong movement from the world, came to India in the early days on the basis of friendship and peace. Lahore. Later, kings of different countries didn't wage war with each other, but that was in the political field. But Islam came to India in a peaceful way, on brought into the message of peace. True, Lahore Sayyid Pratir, true Indian citizen. He showed respect to this religion and welcomed it and gave praise to it. From those early times, Islam has been established over here as a great religion for a അർത്ഥം കൂടെ പറഞ്ഞേക്കാം. Islam which had made a strong movement from the world, ഭൂലോകം മുഴുവനും ശക്തിയായ സ്വാധീനം സ്ഥാപിച്ച ഇസ്ലാം ഏതോ? കുറച്ചുപോലെ ഇത്ര സൂര്യപ്രകാശം പോലുള്ള സത്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഇവരിൽ ചിലരെങ്കിലും ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നുന്നല്ലോ. അത് മുഖം കാണുമ്പോൾ എനിക്ക് തിരിയുന്നു. ഇതേ പറഞ്ഞത് ലോകം മുഴുവനും സ്വാധീനം സ്ഥാപിച്ച ഇസ്ലാം ഏതോ? ലോകം മുഴുവനും ഇസ്ലാം സ്വാധീനം സ്ഥാപിച്ചതിന് നെഹ്റു പറയുന്നത് ഇസ്ലാം വിച്ച് ഹാഡ് മെയ്ഡ് എ സ്ട്രോങ് ഫ്രം ദ വേൾഡ്. ലോകം മുഴുവനും സ്വാധീനം സ്ഥാപിച്ച ഇസ്ലാം ഏതോ? ആ ഇസ്ലാം അതിന്റെ ആവിർഭാവകാലത്ത് ഇന്ത്യയിലോട്ട് വന്നു. എന്തുകൊണ്ട് വന്നു? ഓൺ ദ ബേസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് പീസ്, സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവും കൊണ്ടുവന്ന്, സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവും കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് പറ്റി? ഇവിടെ ലേറ്റർ കിങ്സ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് ഡിഡ് വെച്ച് വാഷ് ടീച്ചർ, പക്ഷേ ദാറ്റ് വാസ് ഇൻ ദ പൊളിറ്റിക്കൽ ഫീൽഡ്. ഇന്നിവിടെ ഭരണം ഏറ്റെടുത്ത് ഭരണം നടത്തിയപ്പോൾ നാട്ടുരാജാക്കന്മാരുടെ ചില്ലറ ഏറ്റുമുട്ടൽ യുദ്ധവും ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് വാസ് ഇൻ ദ പൊളിറ്റിക്കൽ ഫീൽഡ്. രാഷ്ട്രീയമായിരുന്നു, മതമല്ലായിരുന്നു. രാഷ്ട്രീയമായിരുന്നു. ദാറ്റ് വാസ് ഇൻ ദ പൊളിറ്റിക്കൽ ഫീൽഡ്. ഞാൻ ഇച്ചിരി ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ വിചാരിച്ചു. ബട്ട് ഇസ്ലാം നോക്ക്, ബട്ട് ഇസ്ലാം came to India in a peaceful way. ഇസ്ലാം ഇവിടെ വന്ന ഒരു സമാധാനത്തിന്റെ മാർഗത്തിലാണ്. ഓരോ പറയും ഇസ്ലാം ഇവിടെ വന്ന ഒരു സമാധാനത്തിന്റെ മാർഗത്തിലാണ്. ആൻഡ് ബ്രോട്ട് വിത്ത് ദി മെസ്സേജ് ഓഫ് പീസ്, അതായത് ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശവും കൊണ്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ വന്ന മുസ്ലിങ്ങളെ ഇന്ത്യ എന്ത് ചെയ്തു? 33 കോടി ദൈവത്തെ വിശ്വസിക്കുന്ന ഇന്ത്യക്കാർ ഏകദൈവ സിദ്ധാന്തം ഇവിടെ വന്ന് യാദൃശ്യമായി പറയുകയല്ല. അവിടുന്ന് പറഞ്ഞോണ്ടാ വരുന്നു, ഞങ്ങൾ ഇന്നത് പറയാനാ വരുന്നു.
എന്തോരാ കുറവാന്ന് എന്നാലും ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന് കച്ചവടം ചെയ്ത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി സ്ഥാപിച്ച് കച്ചവടം ചെയ്ത് സ്വാധീനം ഉണ്ടാക്കി രാജ്യം മുഴുവൻ കൈയടക്കി അവസാനം ഭരണം ഉണ്ടാക്കി. ഭരണവും വന്നതിന് ശേഷമാണ് ദൈവത്തെ പറ്റി പറയാൻ മിഷണറി ഇങ്ങോട്ട് വന്നത്. ഇതങ്ങനല്ല, ഒറ്റക്കൊരാൾ വരുന്നതന്നെ ഞങ്ങളങ്ങോട്ട് വരുന്ന അമ്മായെ പറ്റി പറയാൻ കേട്ടോ, അത് പറഞ്ഞു വരുന്നത് എന്തോ ആണോ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾ പറയുന്നു. അങ്ങനെ വന്ന ഈ 30 കോടി ദൈവത്തിൽ വിശ്വസിച്ചത് ഒരു ജനതയുടെ അടുത്ത് ഏകദൈവവും കൊണ്ട് ഇങ്ങോട്ട് വന്ന അവരെ മുസ്ലിങ്ങളെ എന്ത് ചെയ്തു ഇന്ത്യ? അതാണ് ഇന്ത്യയുടെ മഹത്വം. അവിടെയാണ് ഇന്ത്യയെ പറ്റി ചിന്തിക്കേണ്ട ചെറുപ്പക്കാർ. ആ ഇന്ത്യയെ പോലെ ലോകത്തൊരു ഒരു സമൂഹത്തെ നമുക്ക് കണ്ടിട്ടാണ്. പുറത്തു പറയണ്ട, ചെറിയ പാവത്തുകൾ വേറെ എവിടെ സാധിക്കണം. എന്താ ഇവർക്ക് ഇത്ര ലാളിത്യം? ഹൈന്ദവ പാരമ്പര്യത്തിൽ ലാളിത്യം വന്നെങ്ങനെ? ഞാനത് പിന്നെ ചിന്തിച്ചപ്പോഴേ അവർ ഈ പച്ചല് എന്തോന്നും അത് ഇതും കുക്കുമ്പറൊക്കെ അല്ലേ തിന്നുന്നത്. നമ്മളെപ്പോലെ മൂലി വണ്ടി പച്ചക്ക് ചുട്ടു തിന്നുന്ന ജാതിയാണ്. നമ്മുടെ സ്വഭാവം മൂലിയുടെ കാർക്കൽസിയൊക്കെ വരും. ഇത് അല്ലേ അച്ഛത് പച്ചലയും അതും ഇതുമൊക്കെ അല്ലേ തിന്നുന്നത്. അതായിരിക്കും എന്ന് അതാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ വന്ന ഏകദൈവത്തെ സിദ്ധാന്തവും കൊണ്ടുവന്ന മുസ്ലിങ്ങളെ ടു ഇന്ത്യൻ ട്രഡിഷൻ, ഇന്ത്യ അതിന്റെ നെഹ്റുവിന്റെ ഭാഷയാണ്, ഇന്ത്യ അതിന്റെ പാരമ്പര്യത്തിന് സത്യമാകുവാൻ ടു ഇന്ത്യൻ ട്രഡിഷൻ, ഇന്ത്യ അതിന്റെ പാരമ്പര്യത്തിന് സത്യമാകുവാൻ ഈ ഷോർട്ട് റെസ്പെക്ട് ഇന്ത്യ, ഈ മതത്തെ അവർ റെസ്പെക്ട് ചെയ്തു ഇന്ത്യക്കാർ. ഞാൻ മേൽക്കമെടുത്തതിന് സ്വാഗതം ചെയ്തു. അതൊരു പദവി കൊടുത്ത് സ്വീകരിച്ചു. അന്ന് മുതൽ ആ ദിവസം മുതൽ ഇന്ത്യയിൽ അതൊരു വലിയ മതമായി സ്ഥാപിതമാകുകയും ചെയ്തു. ഫ്രം ദോസ് ഏർലി ടൈം ഇസ്ലാം ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഗ്രേറ്റ് റിലീജിയൻ. അന്ന് മുതൽ ഇന്ത്യയിൽ അതൊരു വലിയ മതമായി തീരുകയും ചെയ്തു. അപ്പോൾ ലോകം മുഴുവൻ സ്വാധീനം 23 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം കൊണ്ട് ലോകം മുഴുവൻ ഇസ്ലാം സ്വാധീനിച്ചെന്നാണ് നെഹ്റു പറയുന്നത്. നബി ഒന്നും സാധിച്ചില്ലേ? നബി ഒന്നും സാധിച്ചില്ലേ കുഞ്ഞുങ്ങളെ? ഈ രാജ്യം 1000 കൊല്ലക്കാലം മുസ്ലിങ്ങൾ ഭരിച്ചില്ലേ? 711 സിന്ധിൽ മുഹമ്മദ് ഖാസിം ഭരണം തുടങ്ങിയിട്ട് 1857 സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ബഹദൂർ ഷാ സഫറിന്റെ കാലം വരെ ഈ രാജ്യം മുസ്ലിങ്ങൾ ഭരിച്ചില്ലേ? റസൂൽ സഹാബത്ത് ഉണ്ടാക്കിയതല്ലേ? ഇവരായിട്ട് സഹാബത്ത് ഉണ്ടാക്കിയത് ആരുണ്ടാക്കിയത്? സഹാബത്ത് ഉണ്ടാക്കിയത്. അന്ന് അവരുണ്ടാക്കിയതിൽ നിന്ന് അവരാ റസൂലുള്ള പോയ മാർഗത്തിൽ നിന്ന് മാറി അവർ യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് തിരിഞ്ഞു. അതിനത് പറഞ്ഞു, ലസത്തമയുള്ള സരലമ കബലക്കും ശിവറമ്പ് ശിബിരിൻ, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ നിങ്ങൾ ഇഞ്ചിഞ്ചായി പിൻപറ്റും. മുമ്പുള്ള സമൂഹം ഏതാണെന്ന് നബിയേൻ ചൂടാ. യഹൂദിന സഭാക്കളെയാണോ? ഹാലഭമൻ അല്ലാതാരാണ്? നിങ്ങൾ യഹൂദിന സഭാക്കളെ ഇഞ്ചിഞ്ചായി പിൻപറ്റുന്നൊരു കാലഘട്ടം വരാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്ഥിതി പരാപ്പിന്നക്കും ഒലിക്കുന്ന വെള്ളത്തിന് ചണ്ടികളപ്പോൾ അർത്ഥമില്ലാതായി പോകുന്നത്. അതിന്റെ മാറ്റം വല്ലതും ഉണ്ടോ? ഇങ്ങോട്ട് വന്നപ്പോൾ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ സിന്ധ് മുഹമ്മദ് ഖാസിം ഭരണം തുടങ്ങിയത്. സിന്ധ് ആക്രമിച്ചു എന്ന് ചില കള്ളച്ചരിത്രം കൊണ്ട് സത്യമല്ല. അവരോട് ഭരിക്കാൻ ഏൽപ്പിച്ചതാണ്. സന്തോഷമായി 3 കൊല്ലം സിന്ധ് മുഹമ്മദ് ഖാസിം ഭരണം കഴിഞ്ഞ് മടങ്ങിപ്പോയിട്ട് അദ്ദേഹത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി പാവത്തുകൾ ആരാധിച്ചു കളഞ്ഞു. അതാണ് ഭാരതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാരതത്തിന്റെ സംസ്കാരത്തെ പറ്റി ഒരു ബ്രാഹ്മണൻ എഴുതിയിരിക്കുന്നു. ഒരു വലിയ തടാകം പോലെയാണ് ഭാരതത്തിൽ എന്റെ സംസ്കാരം. ഹിന്ദു എന്ന് പറയുന്ന മതം എഴുതുന്നവർ എഴുതിയിരിക്കുന്നു. ആ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ പേരാണ് അത്. ഉദാഹരണം എഴുതിയിട്ട് ഒരു വലിയ തടാകം പോലെയാണ്. ആ തടാകത്തിൽ ആന വന്ന് മതച്ചു കുടിക്കും, മനുഷ്യൻ വന്ന് കോരി കുടിക്കും, പക്ഷി വന്ന് കൊത്തി കുടിക്കും, പക്ഷി വന്ന് നക്കി കുടിക്കും. എങ്ങനെ കുടിച്ചാലും തടാകത്തിന് വൈരാഗ്യമൊന്നുമില്ല എന്നതുപോലെയാണ് ഇവിടുത്തെ ആർഷ ഹൈന്ദവ സനാതന സംസ്കാരം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ മുസ്ലിങ്ങൾ സ്വീകരിച്ചു. ഈ രാജ്യം 1000 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു.
പിന്നെ അവർ നമ്മൾ ആ റസൂലുള്ളാഹിയും സഹാബത്തിന്റെയും ആ അവസ്ഥയെ കൊണ്ട് മാറിയിട്ട് നമ്മുടെ ജീവിതം ഇംഗ്ലീഷുകാർ ഇതനുസരിച്ച് പാകപ്പെടുത്താൻ തുടങ്ങി. കൊട്ടാരങ്ങളും കോവകളും മറ്റതുകളും മർക്കതുകളുമായിട്ട് മാറി. അല്ലാഹു തആല അവരെ കൈവിട്ടു. കാരണം ഇത് 50 കൊല്ലത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് ഉണ്ടാക്കിയതല്ലേ. ഫ്രാൻസ്, ജോർഡാൻ, ഇറാൻ, ഇറാഖ്, സിറിയ മുതലായ ഏഷ്യൻ രാജ്യങ്ങൾ, ഈജിപ്ത്, സുഡാൻ മുതലായ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അറ്റ്ലാന്റിക് സമുദ്രം വരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഖലീഫാറൂഖിന്റെ നേരിട്ടുള്ള ഭരണത്തിലല്ലേ. അഫ്ഗാനിസ്ഥാൻ, അൽബേനിയ, അൾജീരിയ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, ഈജിപ്ത്, കുവൈറ്റ്, ഗാംബിയ, ഗാനി, ജോർഡാൻ, ടർക്കി, ട്യൂണീഷ്യ, നൈജർ, നൈജീരിയ, പാകിസ്ഥാൻ, പാകിസ്ഥാൻ പോട്ടെ, മലാവി, മലേഷ്യ, മസ്കാത്ത്, ഒമൻ, യമൻ, സൗദി അറേബ്യ, സിറിയ, സോമാലി, ലിബിയ തുടങ്ങിയ 60 രാഷ്ട്രങ്ങൾ സഹാബത്തുണ്ടാക്കിയതല്ലേ. ഇന്ന് 150 കോടിയും ലോകത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കോടീശ്വരന്മാർ നിങ്ങളുടെ ഭൂമി നിർവാഹത്തേല സാധിച്ച എണ്ണയുടെ 80% നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഒരു പഞ്ചായത്തിന്റെ 8ാം വാർഡ് സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഊക്കാമാരെ സഹാബത്തും നബീ സഹാബത്തും ഉണ്ടാക്കിയതായത് ദുനിയാവിൽ അവർ എന്തുണ്ടാക്കിയെന്ന് ആചരിക്കുന്നത് മോശമാണ്. അപ്പൊ അവര് സ്വർഗം ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഇത് അവര് ദുനിയാവിക്ക് ജീഫത്തിൽ നിന്ന് പറഞ്ഞുപോയി. എന്നാലും അവർ ആഹ്റത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ഇതതിന്റെ കൂടെ വന്നതാ. അങ്ങനെ ദുനിയാവിൽ ഇതെല്ലാം അവരുണ്ടാക്കി തന്നു. സഹാബത്ത്, നബീ സഹാബത്തും സ്വർഗത്തിന്റെ കാര്യം തന്നെയാണ് അവർ ചെയ്തത്. മാറ്റമൊന്നുമില്ല. ആ കൂട്ടത്തിൽ ഇതതിന്റെ പുറകെ വന്നുപോയതാണ് ഈ ദുനിയാവെല്ലാം കൂടെ. അപ്പൊ അങ്ങനെ ലോകത്ത് അവർക്ക് സമാധാനവും സംതൃപ്തിയും സമൂഹത്തിനിടയിൽ അംഗീകാരം. ഇയാളെ ഇന്ദിരാഗാന്ധി സുന്നിയാണ്, സുന്നിയാ. ഞാൻ കണ്ടിട്ടുണ്ടത് ഖ്വാജ മൊയ്‌നുദ്ദീന്റെ അടുത്ത് പോകാതെ ഒരൊറ്റ കഴിവ് ചെയ്യത്തില്ല. ഖ്വാജ മൊയ്‌നുദ്ദീൻ ദിസ്റ്റിയിലൂടെ കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. ആ കാര്യത്തിൽ സുന്നിയാണെന്നായി പറഞ്ഞ് ഏതാ ഈ പറയുന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ. ഈ ഇവരുടെ എംഇഎസുകാരുടെ അന്ന് എംഇഎസുകാരുമായിട്ട് ഭയങ്കര വർദ്ധമുള്ള കാലം. അത് ഞാൻ ഡോക്ടർ വി കെ അബ്ദുള്ളാഹുമായിട്ട് രഹസ്യ ബന്ധമുള്ളതാണ്. ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചത് വാങ്കാവിൽ നിന്ന് അൻസാരി ഹാജി ടെലഫോൺ ടിക്കറ്റ് വെച്ച് ഞാനും ഡോക്ടറുമായിട്ട് എന്താ സംസാരിക്കുന്നത് വർത്താനം ചോർത്തി. അത്രമാത്രം അന്ന് അവർ വർദ്ധിക്കപ്പെട്ടിരുന്നാല് എംഇഎസുകാർ. അന്ന് അതിന്റെ കുറെ കാലം കഴിഞ്ഞ് ഡൽഹിയിൽ വാർഷികം തീരെ 1400 പൂർത്തിയാകുന്ന സമയത്ത് വാർഷികം, അതിന്റെ വാർഷികം 1400 വാർഷികം ഡൽഹിയത്ത് എംഇഎസിൽ ഒരാളും പോലും പോയായിരിക്കും നഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരാളങ്ങോട്ട് തിരുമ്പോ ഏത് പറയും അതെ അവിടെ വെച്ച് നടക്കാം. അപ്പൊ എന്ത് എംഇഎസുകാരാ നടത്തുന്നെങ്കിൽ എന്ത് വായുവെന്ന് അറിയാമെന്ന് വിചാരിച്ചു. ആരും അറിയാം കൃമാതെ. ആ പബ്ലിക്കിന്റെ ഗാലറിയിൽ പോയിരിക്കുക എന്തോ ആയതെന്ന് അറിയാം. അത് നല്ല പ്രൗഢിയോടുകൂടി നടക്കരുത്. അങ്ങനെ ഇരുന്നപ്പോൾ ഒത്തിക്കോയിൽ വന്ന് ഒരു കാറ്, ഒരു സാധാരണ കാറ് അവിടെ വന്ന് നിന്ന് അതിൽ ഒരാളൊരു പച്ച പുതപ്പിക്കലെ പുതച്ച് കൊണ്ട് ആ തലക്കല്ലും കൊണ്ട് നടന്നുപോയി. പുതപ്പും പുറത്താളിന് കൂണിക്കൂണിക്കൂഞ്ഞ ആ ഹാളിന്റെ ഈ വരാന്റെ കല്ലുകൊണ്ട് നടന്നു. സ്റ്റേജിന്റെ അടുത്ത് എന്നിട്ട് സ്റ്റേജിലോട്ട് കയറി ഈ പുതപ്പം കൊണ്ടെടുത്തപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധിയല്ലേ പ്രൈം മിനിസ്റ്ററായി വന്നത് യോഗം ഉദ്ഘാടനം ചെയ്യാൻ. അവരെ പുറപ്പെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് ഒരു ഹൃസ്വമായ വെൽക്കം സ്പീച്ച് നടന്നു. ഉടൻ തന്നെ അവര് ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗം ഇസ്ലാം ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിട്ട് ദ്രോഹം മുഴുവൻ ഇന്ത്യ ഗവൺമെന്റ് വിറ്റിട്ടുണ്ട്. കോപ്പി എന്റെ ഫയലിലുണ്ട്. ആ പ്രസംഗത്തിൽ ശ്രീമതി ഗാന്ധി ഹ്രസ്വമായ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനാണോ തോന്നുന്നു ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു. അത് പറയുകയാണ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് സെയിൽസ് ആൻഡ് ഡിവൈഡ്. വേറെ നിങ്ങൾ വൃത്തിയെടുത്തോണ്ട് വിഷമമൊന്നുമില്ല. ആരും വയ്യ വെച്ച് കെട്ടിയാലൊക്കെ നിസ്കരിക്കാൻ ഭയങ്കര എണ്ണമാണ്. പ്രശ്നമുണ്ടാക്കട്ടെ. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് നിസ്കാരം മുടങ്ങി പോകും. ആ ഒരു വിഷമമില്ല. നമുക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ തൊണ്ട ചൂടാകത്തില്ല. ഇപ്പൊ അങ്ങനെ വെള്ളമൊക്കെ കുടിക്കണം. അപ്പം ഇവർ പറയുന്നു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് സെയിൽസ് ആൻഡ് ഡിവൈഡ്
was much more responsible for the spread of their faith in India than the political power of the rulers. ഇസ്ലാമിലെ പുണ്യവാളന്മാരായ സിദ്ധന്മാരാണ് ഈ രാജ്യത്ത് ഇസ്ലാമിനെ പരത്തിയത്. ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് സെയിൻസ്, ഇസ്ലാമിലെ ഔലിയാക്കന്മാരും അവരുടെ സ്വാധീനമാണ് ഈ രാജ്യത്ത് ഇസ്ലാം പ്രചരിച്ചത്, പരന്നത്. ഇസ്ലാം, ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാമിക് സെയിൻസ് ആൻഡ് ഡിവൈൻസ് വാസ് മച്ച് മോർ റെസ്പോൺസിബിൾ for the spread of their faith in India than the political power of her rulers. ഇവിടെ 1000 കൊല്ലം ഭരിച്ച ഭരണാധികാരികളെക്കാൾ ഇസ്ലാമിൽ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ച ഔലിയാക്കളാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ലവര്. സെയിൽസിലേക്ക് നിസാമുദ്ദീൻ ഔലിയ ഗാന്ധി പറയും, സെയിൽസിലേക്ക് നിസാമുദ്ദീൻ ഔലിയ ഹാജാമായിരുന്ന അതിനൊക്കെ ശരിക്കാ പറയും. ഹാജാമായിരുന്ന ബാബ ഫരീദ് എന്നൊരു ഒലി അവിടെ ഉണ്ടെന്നുള്ളത് ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ ഞാൻ കേട്ടത് അടുത്ത്. അപ്പൊ ബാബ ഫരീദ് ഹാഡ് പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് ലീഡേഴ്സ് ഓഫ് ആൻഡ് ഓൾസോ ഓൺ ദി കോമൺ പീപ്പിൾ. ഹാജാമായിരുന്ന ബാബ ഫരീദ്, നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയ പുണ്യവാളന്മാർക്ക് സാധാരണക്കാരുടെ ഇടയിലും ബുദ്ധിജീവികളുടെ ഇടയിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു. അവരാണ് ഈ രാജ്യത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്. ഇന്ദിരാഗാന്ധി എഴുതി വെച്ചിരിക്കുന്ന കയ്യിൽ കാണുന്ന പുസ്തകം വേണോ? എന്നിട്ട് അവർ പറഞ്ഞോണ്ട് വന്നിട്ടും പറഞ്ഞു, ദ ടീച്ചിങ് ഓഫ് ദി പ്രൊഫറ്റ് മുഹമ്മദ്, ദ ടീച്ചിങ് ഓഫ് ദി പ്രൊഫറ്റ് മുഹമ്മദ് ഹാഡ് ആൻ ഇൻസ്റ്റന്റ് ആൻഡ് റെവല്യൂഷണറി അപ്പീൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഡെമോക്രാറ്റിക് ഫീലിംഗ്, ഇറ്റ്സ് മെസ്സേജ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് ബ്രദർഹുഡ് ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് പീസ്. അവരുടെ ഒന്നും അഭിപ്രായം. ഇസ്ലാം മുഹമ്മദിന്റെ സന്ദേശത്തിന് വളരെ പെട്ടെന്നുള്ളൊരു മുന്നേറ്റമാണ് കിട്ടിയത്. മുഹമ്മദിന്റെ സന്ദേശത്തിന് വളരെ പെട്ടെന്നുള്ളൊരു മുന്നേറ്റം കിട്ടി. അതിന് കാരണം അതിന്റെ ജനാധിപത്യ സ്വഭാവം, സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സംസ്കാരം ഉൾക്കൊള്ളതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി. അതൊന്നുമല്ല, പടച്ചുവല്ല മാർക്കും അവ്വാനും വസുലും അതിന് പുറകെ ജിബിജിയിലും എല്ലാം കൂടെ കൂടി പ്രവർത്തിച്ചിട്ടായത് ഇന്ത്യ. അത് ഇന്ദിരാഗാന്ധി പറയുന്നില്ല, ജനാധിപത്യ സ്വഭാവം ഉണ്ടായിട്ടായിരിക്കാം അതിന് പെട്ടെന്നുള്ളൊരു മുന്നേറ്റം കിട്ടി മുഹമ്മദിന്റെ സന്ദേശത്തിന്. അത് പറഞ്ഞുകൊണ്ടിട്ട് എന്നിട്ട് പറയുന്നു, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം. അത്രയും അവർ പറയണമെന്ന് തോന്നിയില്ല. കാരണം ബി ജെ പിക്കാർ എല്ലാ ആൾക്കാരോടുണ്ട് 4 വശവും. അതിന്റെ നെഹ്റു കുടുംബത്തിന് പേടിയില്ലല്ലോ. അവരങ്ങ് പറയും, ഒത്താരും ഒത്തില്ല, ആരും വെടിവെച്ചു വന്നാലും അവർ മൈൻഡ് ചെയ്തു. അപ്പൊ പറയുന്നു, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ഇൻ ദ ഫീൽഡ്സ് ഓഫ് മാത്തമാറ്റിക്സ്, astronomy, medicine, architecture, music and our handicrafts will know. അതായത് ഇസ്ലാമിന്റെ സംഭാവനകൾ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ്, കണക്ക്, വാനശാസ്ത്രം, ഭൂമിശാസ്ത്രം, ജന്തുശാസ്ത്രം, വൈദ്യശാസ്ത്രം, തച്ചുശാസ്ത്രം, കണക്ക് ശാസ്ത്രം, ഈ ശാസ്ത്രീയ രംഗത്തെ മുസ്ലിംകളുടെ സംഭാവന നമുക്ക് ശരിക്കും അറിയാം. നമുക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് രണ്ടാമത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ആവും ഇത് അവിടെ. ഇൻഫാക്ട് ഒറ്റ വെമ്പിളരെ പോലെയുള്ളത് ഇന്ദിരാഗാന്ധിയുടെ സൗണ്ട്. ഇൻഫാക്ട് എന്ന് പറഞ്ഞ് അത് നിർത്തി. ഒരു ശാഖല നിർത്തിയിട്ട് ഒറ്റ ശബ്ദത്തിൽ ഇൻഫാക്ട് ബട്ട് ഫോർ ദിസ് കോൺട്രിബ്യൂഷൻ ഇന്ത്യ വുഡ് നോട്ട് ബി വാട്ട് ഇറ്റ് ഈസ് ടുഡേ. ഞാൻ ഞെട്ടിപ്പോയി. യഥാർത്ഥം പറയുകയാണെങ്കിൽ ഇസ്ലാമിന്റെ സംഭാവനകളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നെന്തായോളാവുമായിരുന്നില്ല. അക്ക് ഞാൻ ഞെട്ടിപ്പോയി. എത്രയും വേണം, കാരണം പലരും ഇരിക്കില്ലേ, അവർക്ക് നെഹ്റു കുടുംബത്തിന് വല്ല പേടിയുണ്ട്. അവർക്ക് യഥാർത്ഥം പറയുകയാണെങ്കിൽ ഇസ്ലാമിന്റെ സംഭാവനകളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നെന്തായോളാവുമായിരുന്നു. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ഈ ചരിത്രം സത്യം നമ്മൾ എന്ത് നേടി ദുന്യാവിൽ എന്നുള്ളത് പറയുന്നത് ദുന്യാവ് തന്നെ നേടി. അല്ലേ? എന്താ പറഞ്ഞത്? ഐ ഹാവ് സ്റ്റഡീഡ് ഹിം ദി വണ്ടർഫുൾ മാൻ. ബർണാഡ് ഷാ ഇംഗ്ലീഷുകാർ എഴുതി വെച്ചിരിക്കുകയാണ്, ഐ ഹാവ് സ്റ്റഡീഡ് ഹിം ദി വണ്ടർഫുൾ മാൻ. ആ അത്ഭുതകരമായ മനുഷ്യനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആരെ? റസൂലുള്ളാഹി. ആ അത്ഭുതകരമായ മനുഷ്യനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ മധ്യയുഗത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാർ
അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം യേശു ക്രിസ്തുവിനെതിരാണെന്നാണ് അവർ ധരിച്ചത്. ഈ മെഡീവൽ എക്ലീസിയാസ്റ്റിക്സ്, മധ്യയുഗത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാർ നബി മുഹമ്മദിനെ പറ്റി അവർ തെറ്റിദ്ധരിച്ചു. അവർ ക്രിസ്തുവിരോധിയാണെന്ന് അവർ മനസ്സിലാക്കി. ഐ ഹാവ് സ്റ്റഡീഡ് ഹിം, ദി വണ്ടർഫുൾ മാൻ. ആ അത്ഭുതകരമായ മനുഷ്യനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അയാൾ ക്രിസ്തു വിരോധി അല്ലെന്നത് പോകട്ടെ, ഈ മസ്റ്റ് ബി കോൾഡ് ദി സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. മാനവ ലോകത്തിന്റെ രക്ഷകനെന്ന് വിളിക്കപ്പെടേണ്ടവരാണ്. ഇന്ന് ജസ്റ്റിസുമാരുടെ ഇയാള് ജോർജ് ബെർണാഡ് ഇതെല്ലാം ചെയ്ത മുഹമ്മദ് നബി ദുനിയാവിലൊന്നും ചെയ്തില്ലല്ലേ? അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവും ആഖിറവുമില്ല. പക്ഷേ അവർക്കൊന്നും ഉപയോഗമുണ്ടായിരുന്നു. ദുനിയാവിൽ നിങ്ങളെപ്പോലെ മൂക്കറ്റം തിന്നുക നബി പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ ഭക്ഷണപദാർത്ഥങ്ങൾ ചുരുക്കി കഴിക്കുന്നതിനേക്കാൾ നിന്റെ ശരീരത്തിനും നിന്റെ ദീനിനും ഗുണകരമായ മറ്റൊന്നും ഇല്ല. ഭക്ഷണപദാർത്ഥങ്ങൾ ചുരുക്കി കഴിക്കുന്നതിനേക്കാൾ നിന്റെ ശരീരത്തിനും നിന്റെ ദീനിനും പ്രയോജനകരമായ ഒന്നുമില്ല. മറിച്ച് നീ വയർ നിറയ്ക്കാമെന്ന് വിചാരിച്ചാൽ ആ ഭാഗത്ത് ശിവഴിൽ വയർ നിറക്കുന്നതിന്റെ ആപത്ത് നമ്മൾ ഇന്നല്ലേ ഈ അടുത്ത കാലത്തല്ലേ വെയിറ്റ് 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 മറ്റേ നിങ്ങളാരും അറിയത്തില്ല. കുഞ്ഞുങ്ങളെ വെയിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആശ്രയം ഉണ്ടാക്കുക. ആശ്രയം കൊച്ചുങ്ങൾക്ക് ഞങ്ങൾക്ക് എനിക്ക് മുമ്പ് ആശ്രയം ഉണ്ടാക്കി 2 കിലോ 2 വാസൽ ഉണ്ടാക്കി അവിടെ വെച്ച് വൈകുന്നേരം കൊണ്ട് ഉമ്മ അറിയാതെ മുഴുവൻ ജാതി. പിന്നെ അവസാനം കെട്ടിയിട്ട് വെള്ളം കുടിക്കാതിരിക്കാൻ ചത്തുപോകുമെന്ന് പറഞ്ഞു കെട്ടിയിട്ട് വെള്ളമൊന്നും കുടിക്കാതിരിക്കാൻ. അപ്പൊ അന്ന് ശരീരം ഉണ്ടാകാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുക. ഇന്നാണ് അത് വിഷമെന്ന് കണ്ടത്. അന്ന് നെല്ലു പറഞ്ഞു ആഫാത്ത് ശിവയിൽ ശരീരം വയറ് നിറയ്ക്കുന്നതിന്റെ ആപത്ത് ഹിക്കറി ജിസ്മിൻ വെയിറ്റ് കൂടും, അശ്വത്വക്കാർക്ക് ഹൃദയം രൂക്ഷമാകും, വൈകാലത്തിൽ ഹൃദയ ബുദ്ധിക്ക് മങ്ങ ഉണ്ടാകും. അള്ളാഹുവിന്റെ വിവാദത്തിൽക്കാൻ മടിവരും. ജൽബുലിനോമിന് ഉറക്കത്തെ വിളിച്ചു വരുത്തി 5 ആപത്ത് പ്രചരിപ്പിച്ചോളാൻ വയറിറച്ചാല്. അപ്പൊ അങ്ങനെ ലളിത ജീവിതം പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് സഹാബത്തിനെ കൊണ്ട് അപ്പൊ ലോകത്ത് സമ്പത്തിന്റെ ആവശ്യം അവർക്കില്ലാതായി. അപ്പൊ എല്ലാം മിച്ചപ്പെടുത്തിട്ട് സമാധാനവും സംതൃപ്തിയും സമൂഹത്തിന്റെ അംഗീകാരവും ഒരുപോലെ നേടിക്കൊടുത്ത നേതാവാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തങ്ങൾ വരുത്തിയ ഐഹിക പരിഷ്കാരങ്ങളെ പറ്റി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ ഇന്ന് സൂബഹിൽ കവാകുന്നവര് അത്ര നിൽക്കത്തില്ല. അവിടെ വരെ പ്രസംഗിക്കാം. നിങ്ങൾക്ക് ഇരിക്കാൻ തയ്യാറുണ്ടോ? തങ്ങൾ സമ്മതിക്കുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അപ്പൊ അതുകൊട്ടെ പിന്നെ നീ എന്തോ അടുത്തത് തങ്ങളെ ബഡ്ജറ്റില് പെണ്ണുങ്ങളുടെ കാര്യം. وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ألف مصريه قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. അത് പെണ്ണുങ്ങൾ എടുത്തു പോകും. അതുകൊണ്ട് പെണ്ണുങ്ങളെ പറ്റി എന്തെങ്കിലും 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. എന്തോ പെണ്ണുങ്ങളെ പറ്റി പറയുക? എന്തോ തങ്ങളെ എന്ത് വിഷയമെടുത്ത് പ്രസംഗിക്കണം? പെണ്ണുങ്ങൾ അവരാണോ വലുത് നമ്മളാണോ? ഇപ്പൊ അവർ പാവം പെണ്ണുങ്ങൾ വല്ലതും അറിയുക? ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതല്ലേ കേസില്ലാ കോടതിയിൽ ഫീസില്ലാത്ത വക്കീലന്മാരായ ആണുങ്ങളാണ്. ഈ പെണ്ണുങ്ങൾക്ക് അഭിപ്രായമൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പൊ 50% സംവരണം വെച്ചില്ലേ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും. ഇത് അവര് വല്ലതും പറഞ്ഞിട്ടാ നിബന്ധന കൊണ്ടുണ്ടാക്കുക. അപ്പൊ 50%, മറ്റുള്ള 50% എവിടെ വല്ലതും പെണ്ണുങ്ങൾക്ക് നിൽക്കാം. അപ്പൊ മിക്കവാറും അസംബ്ലി പാർലമെന്റ് പെണ്ണുങ്ങൾ തന്നെ ആയാൽ എന്തായിരിക്കും അവസ്ഥ? നല്ലതാണ്. നേരത്തെ ഒരു ട്രെയിനിങ് വേണം. ചേർത്താൽ ചോറാ കഞ്ഞിയൊക്കെ വെക്കാൻ ആളുകൾക്ക്. അതുപോട്ടെ, ഏതായാലും പെണ്ണ് വലുത് തന്നെയാ. അതിന് തർക്കമൊന്നുമില്ല. അവർ കല്യാണം കഴിച്ചുവിടുന്ന സകല പിള്ളേർക്കും ആദ്യത്തെ കുട്ടി പഠിച്ചവനെ പെണ്ണാക്കി കൊടുക്കണേ എന്ന് വേറെന്നാൽ ഈ മറ കൊടുത്ത് ചൂടുമായിട്ടിങ്ങി വരും. ഇല്ലേ? എവിടെ അപ്പഴെ വിളിച്ചോണ്ട് വന്നത് ചോദിച്ചില്ലേ? മറ്റു ബാക്കി കൂടെ പറയും. അത് ഞാൻ പറയുന്നില്ല. എന്നിവിടെ പറയും. ഇല്ലേ? അപ്പം
ആദ്യത്തെ കണ്ണും കൊച്ചും ആണാകണമെന്നും എല്ലാ പെണ്ണിന്റെ ആവശ്യമാ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം. പിള്ളേർ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. അവിടെ ആവശ്യമാണ്. ആദ്യത്തെ ആള് തന്നെ ആണം തന്റെ പോലെ നിൽക്കണം എന്നുള്ളതും അവരുടെ ആഗ്രഹമാണ്. രണ്ടാമത്തതും ആണ് തന്നെ ആയാലും വിഷമമൊന്നുമില്ല. മൂന്നാമത് വരുമ്പോൾ ഒരു പെണ്ണാകണമെന്ന് പോയി. അപ്പൊ പിന്നെ പെണ്ണ് ആണിന് ബഹുമാനമില്ലെന്നും പെണ്ണുങ്ങൾക്ക് അംഗീകാരമില്ലെന്നും നിങ്ങളാര് പറഞ്ഞു? പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ എപ്പോഴും ഉയർന്നവരും ഉന്നതന്മാരും ധൈര്യശാലികളും പ്രാപ്തരും എല്ലാം ആകണമെന്ന് തന്നെ സ്ത്രീകൾ കരുതുകയുള്ളൂ. അതിന് സംശയമൊന്നും വേണ്ട. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അരിജാലും കൊള്ളാമോനാലും അതിനകത്ത് ഇട്ടാണ് എല്ലാവരും കളിക്കുന്നത്. ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് യാതൊരു സീറ്റുമില്ല. ആരാ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ സീറ്റില്ല? നിനക്കെന്താ അറിയാം? നിനക്കാഹേ എന്തെങ്കിലും പറഞ്ഞോ? നിനക്കെന്തറിയാം ഇസ്ലാമിനെ പറ്റി? പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ലെന്ന്. ലോകത്ത് പെണ്ണുങ്ങൾക്ക് സ്ഥാനമുണ്ടാക്കിയത് ഇസ്ലാമല്ലടാ. പിന്നെ നീ എന്തുകൊണ്ടാടാ മനസ്സിലാക്കുന്നത്? പെണ്ണുങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? പെണ്ണുങ്ങളെല്ലാം ജീവനോടുകൂടി കുഴിച്ചുമൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ? കുഴിച്ചുമൂടിയ കേട്ടിട്ടില്ലേ? തന്നെ ഖുർആനിലില്ലേ? കുതിരത്തെന്നാണ് മനസ്സിലെ അള്ളാഹു ചോദിച്ചു, എന്ത് തെറ്റിയെഴുത്താ കുഞ്ഞുങ്ങളെ നിങ്ങളെ അവർ കുഴിച്ചുമൂടിയത് എന്ന് അള്ളാഹുത്തല അവിടെ വെച്ച് ചോദിക്കുന്നു. അപ്പൊ പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചുമൂടിയ ഒരു കാലഘട്ടം ഉണ്ടായില്ലേ? പെൺകുട്ടിയെ പ്രസവിച്ചെന്നറിഞ്ഞാൽ അയലത്ത് വന്ന ഭർത്താവ് ഭാര്യ പ്രസവിച്ച് പെണ്ണാണെന്ന് അറിഞ്ഞാൽ തിരിഞ്ഞങ്ങ് പോകുകയല്ലേ? അങ്ങനെ പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു വിലയും നിലയുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് നിലയും വിലയും ഉണ്ടാക്കിയത് പിന്നാലെ ലഭി വല്ലവാഹങ്ങളല്ലേ? അങ്ങനെ അറ്റം തള്ളപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ ആനാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മങ്കഫലയാരിയതൈൻ ഫഅല്ലമഹുമാ വഅദ്ദബഹുമാ വസവ്വജഹുമാ ദഖലൽ ജന്നാ. നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പാടെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരവസ്ഥ ജനങ്ങളിൽ ഉണ്ടാക്കി തീർത്തിട്ടായി പറയുന്നത്. നബി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റമില്ല, അവനതിന് സ്വീകരിച്ചോളും. അങ്ങനെ ഒരു വലിയ പ്രവർത്തന ശൈലിയിൽ കൂടി ആ ജനതയെ സ്വാധീനിച്ചു. നബി പറഞ്ഞാൽ മതി, പിന്നെ അവരൊക്കെ ചെയ്തോളും. എന്താ അത് മനസ്സിലായില്ല? കമലതീയിൽ കടക്കുവാൻ അരുളിലൊട്ടും മരിക്ക കടക്കുമന്ത ക്ഷണത്തിൽ ഞങ്ങൾ പെരിയോനാണ് ശരിയാ. തീ കൊണ്ടൊരു കടലിൽ ഈ കടലിലോട്ട് കടക്കുന്ന തങ്ങൾ പറഞ്ഞ് ഞങ്ങളും കടക്കത്തിലെ നബിയെ, ഇത് തങ്ങളെന്തിനെ കൂടെ ചോദിക്കുന്നത്? ഞങ്ങൾ ബദറിന്റെ രംഗത്ത് വെച്ച് യുദ്ധത്തിൽ ഇറങ്ങുന്നതിനെ പറ്റി അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി തങ്ങൾ ആരാഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ സ്വാധീനിച്ചു. അവരെത്രമാത്രം നബിക്ക് വഴിപ്പെട്ടു സഹാബത്ത് എന്നറിയണം. രണ്ട് സഹാബിമാർ ഏതോ ഒരു വിഷയത്തിൽ ഏർപ്പെടാൻ എന്തോന്ന് വിസമ്മതിക്കുക അല്ലെങ്കിൽ ഏർപ്പെടാൻ കഴിയാതെ പോവുകയോ ചെയ്തപ്പോൾ ഇവരോട് ശ്രദ്ധിച്ചോണം. അപ്പൊ നബി അവരുടെ പേരിൽ ഒരു നിസ്സഹകരണം പ്രഖ്യാപിച്ചു. രണ്ട് സഹാബത്തിനിടയിൽ അവരോട് നിങ്ങൾ നിസ്സഹരിക്കേണ്ട കുറച്ചു നാളത്തെ എന്ന് നബി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് സഹാബത്തിന്റെ ഭാര്യമാരെ വീട്ടിൽ പോയി. അതിനൊരു ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞിട്ട് ഉടനെ ഭർത്താവിന്റെ അടുത്ത് ഭാര്യ നബി പറഞ്ഞാൽ പോകാം, നബി പറഞ്ഞാൽ പോകാത്ത, നബി പറഞ്ഞാൽ ചെയ്യാൻ വയ്യാത്ത എന്തുണ്ട്? അതുപോലെ അവസാനം ഈ ചെറുപ്പക്കാരൻ രോഗിയായി റസൂലുള്ളാഹിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ ഭാര്യയുടെ പരിഗണന കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും.
അതുകൊണ്ട് എന്റെ ഭാര്യയുടെ പരിചരണം എനിക്ക് പരിചരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ അവളോട് താങ്കൾ കൽപ്പിക്കണം. അങ്ങനെ നബി സഹാബിയെ വിട്ടുപിടിച്ചു. നീ നിന്റെ ഭർത്താവിന് പോയി വേണ്ട ഹിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യ ഭർത്താവുമായി ഭർത്താവിന് സംരക്ഷണം നൽകിക്കൊണ്ട് ഭാര്യ ഭർത്താക്കൾ ഒന്നിച്ച് ജീവിച്ചു. എത്രയോ ദിവസങ്ങളോ മാസങ്ങളോ ജീവിച്ചിട്ട് ഭർത്താവ് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞതല്ലാതെ ഒറ്റ വാക്കുപോലും ഭർത്താവിനോട് ആ ഭാര്യ സംസാരിച്ചിട്ടില്ല. റസൂലുള്ളാഹിയുടെ വിലക്കാണ്. ആ ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചെന്ന് ആലോചിക്കാൻ പറയില്ല. പറഞ്ഞ് മനസ്സിലായില്ല. അങ്ങനെ അവിടെ വേറെ അല്ലാതെ അതിന്റെ അപ്പുറത്ത് ഒന്നുകൂടെ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ അയാളോട് സഹകരിക്കാതെ ഭാര്യ നിന്നിട്ട് ഈ ഭർത്താവ് ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടു എന്റെ ഭാര്യ റസൂലുള്ളാഹിയുടെ വാക്ക് അനുസരിച്ചും അവിടെ വേറെ ലൈസർ പോയിന്റ് അവിടെ കാര്യം കിടക്കും അല്ലേ. ഈ ഭർത്താവ് റസൂലുള്ളാഹിയുടെ കൽപ്പന അനുസരിച്ചതിന്റെ ഗൗരവം അതിലയാൾ അഭിമാനം കൊണ്ടു സഹാബി. അങ്ങനത്തെ ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. ആ കാലത്താ പറഞ്ഞത്, രണ്ട് പെണ്ണുങ്ങളെ ഇങ്ങനെ പെൺപിള്ളാരെ കുഴിച്ചു മൂടുന്ന കാലത്ത് നബി പറഞ്ഞു, രണ്ട് പെൺപിള്ളാരെ ആരെങ്കിലും വളർത്തി അവർക്ക് അറിവ് പഠിപ്പിച്ചു, അവർ വളർത്തി കല്യാണം കഴിച്ചു വിട്ടാൽ അവർ സ്വർഗത്തിൽ കടന്നുപോയി. ജനങ്ങൾ ഓട്ടം തുടങ്ങിയില്ലേ പെൺകൊച്ചുങ്ങൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. സ്വന്തം മെച്ചങ്ങളില്ലാത്തവർ ദത്തെടുക്കാൻ തുടങ്ങി. പെൺകൊച്ചുകൾ ഉണ്ടാകാൻ നേരത്തെ നിവളക്കും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊന്നുകളഞ്ഞ പെൺപിള്ളാരെ ജനങ്ങൾ വളർത്താൻ താല്പര്യം കാണിച്ചു. അങ്ങനെ വളർന്നു. എവിടെ നോക്കിയാലും പെൺപിള്ളാരെ കണ്ടു തുടങ്ങി. അങ്ങനെ പെൺപിള്ളാരുടെ എണ്ണം വർദ്ധിച്ചു. അപ്പൊ ജോലിയായിട്ട് ഇതിനെ കെട്ടിക്കണ്ടേ അല്ലേ? അപ്പോഴൊക്കെ അവരും യുവാക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ആരെങ്കിലും ഒരു പെൺകുട്ടിയെ മഹർ കൊടുത്ത് കല്യാണം കഴിച്ചാൽ ദീനിന്റെ മുകളിൽ 2 ഭാഗം അവൻ കാത്തുപോയി. ഒരു ഭാഗം അല്ലാഹുവിന് എന്ന് സൂക്ഷിച്ചോളുക. ഇതങ്ങോട്ട് കേട്ടപ്പോ ചെറുപ്പക്കാർ പെൺപിള്ളേരെ കെട്ടാൻ വട്ടം തുടങ്ങി. വട്ടം തുടങ്ങി. ഓരോൻ എബിയെത്തിയത് എനിക്ക് ഒരു പെണ്ണൊക്കെ ഇന്നത് വേണം, കല്യാണം കഴിക്കാൻ പോയത്. അവിടെ മഹർ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് മഹർ എത്ര ഉണ്ട്, ഏത് പെണ്ണാ വേണ്ടതിന് അതിനടുത്ത് ആ പെണ്ണിനെയാണ്. അവിടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണ് അന്വേഷിച്ച് അതിനനുസരിച്ച് മഹർ വിസിൽ കൊടുക്കണം. അവിടെ എല്ലാം ഉണ്ടോ എന്തെല്ലാം വഴിയായിരിക്കും. ഏതായാലും പെണ്ണ് കിട്ടിയവൻ എന്താ കാരണം? അതിനൊരു പെണ്ണ് കിട്ടിയാൽ അവൻ ദീനിന്റെ മുകളിൽ കണ്ട് കാത്തുപോയെന്ന് നബിയുടെ കൽപ്പനയാണ്. അപ്പൊ പെൺപിള്ളാരെ എടുക്കാൻ ചെറുപ്പക്കാർ മുമ്പോട്ട് വന്നു. അങ്ങനെ ഭർത്താവിന്റെ സംരക്ഷണയിലായ ഒരു 2ാം ഘട്ടം. 3ാം ഘട്ടം ഇങ്ങോട്ട് വന്നു. വയസ്സായി ഭർത്താവിന് ആവശ്യമില്ലാതെ വരുമല്ലോ. അങ്ങനെ വന്നപ്പോൾ മക്കളോട് പറഞ്ഞു, ഇമ്മായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കുട്ടികളുടെ ബാധ്യത കുറാനിഞ്ഞു പറഞ്ഞു. അങ്ങനെ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ആ സമൂഹത്തിന്റെ സ്ത്രീകൾക്കൊരു പദവി ഉണ്ടാക്കി കൊടുത്ത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ പെണ്ണുങ്ങൾക്ക് രക്ഷയില്ലെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധവുമാണ്, അക്രമവുമാണ്. പിന്നെ പെണ്ണും ആണും കൂടുള്ള വ്യത്യാസത്തെ പറ്റിയൊക്കെ ഞാനിപ്പോ പ്രസംഗിക്കുന്നില്ല. ഏതായാലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇന്നൊരു അവസാനം അങ്ങോട്ടങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളത് എത്ര സൂത്രത്തിൽ കൈകാര്യം ചെയ്തു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം ഇന്നലെ വരെ ഇവിടെ ഉണ്ടോ? 1923 വരെ ഇംഗ്ലണ്ടിലുണ്ടോ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം? അവിടുത്തെ ഇംഗ്ലണ്ടിലെ പാർലമെന്റ് വിമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട് 1923 മറ്റോ പാസ്സാക്കുന്നത്. അതുപോലെ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം ഉണ്ടോ? 1400 കൊല്ലത്തിന് മുമ്പ് തറക്കൽ വാജിദാൻ വല്ല ക്ലബൂൻ നിസായി നസീബു മിമ്മ തറക്കൽ വാജിദാൻ വല്ല ക്ലബൂന എന്ന് ഖുർആനിൽ കൂടി പെണ്ണുങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അവർക്ക് കൊടുക്കണം, ആണുങ്ങൾക്ക് അവകാശപ്പെട്ട അവർക്ക് കൊടുക്കണമെന്ന് ആയത്തിനോട്ട് വന്ന് പെണ്ണുങ്ങൾ സ്വത്ത് മേടിച്ചു കൊടുത്തത് ഇസ്ലാമല്ലേ?
ഞങ്ങളുടെ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് ഇപ്പോഴും പാർലമെന്റ് എന്തോന്നു സുപ്രീം കോടതി കേസ് നടക്കാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യൻ പെണ്ണുങ്ങൾക്ക് സ്വത്തിനവകാശമില്ല. അല്ലെങ്കിൽ സ്വത്ത് ചോദിക്കണമെങ്കിൽ ഡവറി വാങ്ങിച്ചിട്ടില്ലെന്ന് തെളിവുണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് ക്ലെയിം ചെയ്യാം. ഞാൻ വരെയുള്ള നിയമം ഇപ്പൊ മാറിയാന്നറിയില്ല. അങ്ങനെ സ്വത്തവകാശമില്ല. പെണ്ണുങ്ങൾക്ക് ഭർത്താവിന് ഉപേക്ഷിക്കാൻ അധികാരമില്ല. ഇതെല്ലാം മേടിച്ചു കൊടുത്ത് ഇസ്ലാമല്ലേ? എന്നിട്ട് ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് രക്ഷയില്ലേ? ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള അധികാരം ഈ അടുത്ത കാലത്തല്ലേ പരിഷ്കൃത രാജ്യമായ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായത്. അവിടെ മാട്രിമോണിയൽ കോസ്റ്റ് ആക്ട് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് പാസ്സാക്കുന്നത് വരെ രക്ഷയില്ല. അപ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ നിയമം ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ രാഷ്ട്രീയത്തില്ലേ ഏതാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പെണ്ണുങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നത് മുസ്ലിങ്ങൾ. നമ്മളാ സ്റ്റാറ്റിസ്റ്റിക്സിലെ കണക്കറിയാൻ വരും. കൂടുതൽ കണക്കും വിവാഹമോചനവും സ്ത്രീധനത്തിനുള്ള സ്ത്രീധന മരണവും എവിടാ ഉള്ളത്? ഇസ്ലാമില്ല. കണക്കുമായിട്ട് ജീവനാണ് പരിശോധിച്ചിട്ട് പറ. സ്ത്രീധന മരണത്തിന്റെ എണ്ണം മുസ്ലിങ്ങൾക്ക് മറ്റുള്ള കേട്ടോ. അപ്പൊ സ്ത്രീ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സൗകര്യങ്ങളൊക്കെ ഇസ്ലാം ഉണ്ടാക്കിക്കൊടുത്ത ഭർത്താവിന് ഭാര്യ ഉപേക്ഷിക്കുന്നതിന് സോവിയറ്റ് റഷ്യയെ പോലെയല്ല, അല്ലെങ്കിൽ അമേരിക്കയെ പോലെയല്ല. 10ാം വാർഷികം ആഘോഷിക്കുന്ന വിവാഹത്തിന്റെ എണ്ണം 10% പോലും ഇല്ലാത്ത 20% ഇല്ല പത്രത്തിൽ ഇടുക. 10ാം വർഷം ആഘോഷിക്കുന്ന വിവാഹമില്ല. അതിനു മുമ്പ് പിരിഞ്ഞു പോവുക. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം പറഞ്ഞ് ഭർത്താവ് അങ്ങോട്ടും ഭാര്യ ഇങ്ങോട്ടും പോവുക. എന്ത് തലയിട്ടങ്ങ് അടിച്ചുകളയാൻ തോന്നുന്നു. എന്താ പറയുന്നത്? നിങ്ങൾ അറിയുമോ? നിയമവിരുദ്ധമായി ജനിക്കുന്ന മുഴുവൻ ഫയലിലുണ്ടോ? ഞാൻ കാണിച്ചു തരാം പത്രം. നിങ്ങൾ അറിയുമോ? നിയമവിരുദ്ധമായി ജനിക്കുന്ന സന്താനങ്ങളുടെ എണ്ണം ഉദാഹരണത്തിന് ലാറ്റിൻ അമേരിക്കയിലും ചില പാശ്ചാത്യ രാജ്യങ്ങളിലും മൊത്തം ജനിക്കുന്നതിന്റെ 80% അങ്ങനെയാണ്. മൊത്തം ജനിക്കുന്നതിന് 80% ആവാൻ പറഞ്ഞാണ് പത്രത്തിൽ ഏതാ മനോരമയില്. അവിടെ അതിന് വല്ല വെല്ലോറൊക്കെ ഉണ്ട്. ഇപ്പൊ സിവിൽ സർവന്റിലെ മന്ത്രി ഗർഭിണിയായി ജെറ്റി അവിടെ ഭർത്താവിന്റെ ബാപ്പ അച്ഛന്റെ കോളം ഒഴിച്ചിട്ടിരിക്കുക. അച്ഛന്റെ കോളം ഈ ഇന്നൊന്ന് എടുക്കുന്ന അവസരത്തിൽ ഫാദറിന്റെ കോളത്തിൽ എഴുതണമെന്ന് നിയമമില്ല. അവിടെ എഴുതാൻ നിവൃത്തിയില്ല. മന്ത്രി പ്രസവിച്ചപ്പോ അച്ഛൻ ആരാണെന്ന് അറിയാൻ പത്രക്കാരോട്ടം തുടങ്ങി. നോക്കുമ്പോ മന്ത്രിമാരല്ലേ, അപ്പൊ അറിയണ്ടേ. അപ്പൊ നോക്കുമ്പോ ഒരു 3-4 രാഷ്ട്രത്തിന്റെ തലവന്മാരും അതോടൊപ്പം തന്നെ കാസിനോ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള 5 പേര് സാധ്യതാപിതാക്കന്മാരിൽ പെട്ട് കിടക്കുന്നു. ഇവര് പിതാക്കളാകാൻ സാധ്യതയുണ്ട്. മന്ത്രിയാ, നിയമവകുപ്പ് മന്ത്രിയാ. ഈ സമൂഹത്തിന്റെ സംസ്കാരത്തോടല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങോട്ടല്ലേ സകലതും തിരിഞ്ഞു നിൽക്കുന്നത് വടക്ക് നോക്കി യന്ത്രം പോലെ. അതൊന്നും ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും അല്ല. നിയമമുണ്ടതിന് ഒരു പെണ്ണിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചതിന് നിയമമുണ്ടല്ലേ. അല്ലാതെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് ഒരു കാര്യമില്ല ഉപേക്ഷിക്കുന്നോ? ഒരു കാര്യമില്ല ഉപേക്ഷിക്കുന്നു. ഒരു കാര്യമില്ല. അവളൊരു പ്രായമുള്ള ഒരാളിൽ നല്ല മുഖം അവസര നല്ല വർക്കത്തുണ്ട്. ഭാര്യ ഉണ്ടോ? ഉണ്ടോ? 1,00,000 രൂപ ഞാൻ തരാം. ഭാര്യ അങ്ങ് ഉപേക്ഷിക്ക്. തലാക്ക് കൊടുക്കാമോ? എന്താ കീഴോട്ട് പിടിച്ചിരിക്കുന്നത്? 1,00,000 എന്ന് പറഞ്ഞാൽ 100,000 മേടിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടൂടെ? അതൊക്കെ തന്നെ അല്ല. 2 പേരും 2 സ്ഥലത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? എന്നാലെങ്കിലും ഉറുപ്പിക മേടിച്ചുകൊണ്ട് കളഞ്ഞൂടെ? ഇതാ നമ്മുടെ സംസ്കാരം. 2 പേരും 2 സ്ഥലത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. 1,00,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടക്കത്തിരുന്ന ഇതാണോ ഈ സമൂഹം എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്?
വല്ല തെണ്ടികളും വളരെ റയർ നിസ്സാരമായ വല്ല സംഭവങ്ങളും ഉണ്ടാകാം. ഇസ്ലാമിന്റെ സംസ്കാരമുണ്ടത്. ഇസ്ലാം ഭാര്യ ഉപേക്ഷിക്കുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. സോവിയറ്റ് റഷ്യയിൽ അതില്ല, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലുമില്ല. സോവിയറ്റ് റഷ്യൻ ലോ എനിക്ക് കാണാനറിയാം, ഞാൻ നിങ്ങളോട് പറയാം. മാരേജ് ബീയിങ് എ വളണ്ടറി യൂണിയൻ, the Soviets are regarding divorce makes it possible to dissolve his marriage at the will of either party in the marriage. All that he or she has to do is to inform the registration office. Law and Justice in Soviet Union, KSR Chari 33ാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുത്തര് ഭർത്താവ് ഭാര്യ ഭർത്താക്കളും ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന്, ഭാര്യയോ ഭർത്താവോ ആരും ആയിക്കോട്ടെ, ഒരു കാർഷിക കടലാസിൽ എഴുതി ഞാൻ എന്റെ ഭാര്യ ഉപേക്ഷിക്കുന്നു, ലെജിസ്ലേച്ചറിൽ കൊടുത്തിട്ട് അവനവന്റെ പോത്തിന് പോകാൻ. ജീവനാംശവും വേണ്ട, തേങ്ങാപ്പുണ്ടാക്കും വേണ്ട, മാറും വേണ്ട ഒരു പെണ്ണാണ്. ആ നിയമം അല്ല ഇസ്ലാമിൽ. ഇസ്ലാമിന്റെ ഒരു ഭാര്യ ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യമായിട്ട് അല്ലാഹു വഅദൂഹുന്ന, അവരെ ഉപദേശിച്ച് പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ ഉപദേശിച്ചിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഹുജറൂഹുന്ന ഫിൽ മദാജിഇ, നീയും അവളുമായിട്ടൊന്ന് അകന്നു നിന്ന് ഒന്ന് പരിശോധിക്കണം. അകന്നു നിന്നാൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളങ്ങ് തീരും, ഇല്ലേ? അകന്നു നിന്നാൽ രണ്ടുപേരും കിടക്കറയിൽ നിന്ന് ഒന്ന് അകന്നു നിൽക്കണം. എല്ലാരും അകന്നു നിൽക്കാൻ നിൽക്കരുത് കേട്ടോ, അതിനെ കാണത്തില്ല. ചെറുപ്പക്കാരോടായി പറഞ്ഞു, ചെറുപ്പക്കാരായി അകന്നു നിൽക്കാൻ പറഞ്ഞു. ഇപ്പൊ ചെറുപ്പക്കാരികൾ ഉണങ്ങുമ്പോൾ 2 വർഷം അകന്നു നിൽക്കുമ്പോൾ അവരെടുത്തു പോകും. നമുക്കൊക്കെ ചെറുപ്പക്കാരായിരുന്നു. അപ്പൊ ഭാര്യയായിട്ട് വഴങ്ങിയാൽ എന്ത് ചെയ്യും? ദേഷ്യം കൂടുതലാണെങ്കിൽ അകത്തുനിന്ന് മുറിയൊക്കെ ലോക്ക് ചെയ്യും, അകത്ത് കഴിക്കണം. ഉദീനത്തുള്ള പെണ്ണുങ്ങളാണ് അവരെന്നാ നീ അവിടെ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ ഉറങ്ങാമെന്ന് അകത്ത് പോയി കിടക്കത്തില്ല. നമ്മുടെ വാതന്റെ ചുറ്റിനും ഒരു വെളുക്കുന്നവരെ അവിടെ മുട്ടി ഇവിടെ മുട്ടി അവിടെ മുട്ടി ഇവിടെ മുട്ടി കിടക്കും. നമ്മൾ ഉറങ്ങത്തില്ല, അവരും ഉറങ്ങത്തില്ല. അങ്ങനെ ഒരു അന്നും പിറ്റേന്നും അങ്ങനെ പോയി കരുതില്ല, അകത്തോട്ട് പിണക്കമാണ്. 3-ായപ്പോൾ അകത്തുനിന്ന് കൂട്ടാൻ മറന്നുപോയി. അകത്തുനിന്ന് മുറി കൂട്ടാൻ മറന്നുപോകും. ഇത് ജനിക്കുന്ന മറക്കത്തില്ല, എന്തായാലും താരം വിളിക്കുന്നില്ല, ഇവിടെ മറന്നു. അപ്പൊ അവക്കറിയാം ഇന്ന് മറക്കുമെന്ന്. 3 വർഷമായി എന്തെഴുതിയപ്പോ കഥ തോന്നും കയറി. അവൾ ആദ്യം തന്നെ കയറി 2 ദിവസം എന്നെ വെളിയിട്ടു, ഉറക്കാതെ വെളിയിട്ട് അവരെ ഇന്ന് സൂചിപ്പിക്കുമെന്നും പറഞ്ഞ് താഴെ ഒരു പായിട്ടങ്ങ് കിടന്നു. അപ്പൊ ഇവൻ കിഴക്കോട്ട് തിരിഞ്ഞ് കിടക്കുക. ഇനി അവന്റെ ആവശ്യമുള്ള അകത്ത് കടന്നുപോയില്ലെന്ന് അറിയണം. തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ച് ഉണർന്നു കിടന്നുള്ളത് ഭാര്യ അറിയും, അത് പറഞ്ഞു. അങ്ങനെ വളരെ നേരം കിടന്നിട്ട് ഒരു വശം മരവിക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങോട്ടൊന്ന് തിരിയുന്നു. അങ്ങനെ തിരിഞ്ഞപ്പോ ആളകത്ത് വന്നു. അവളങ്ങനെ അവളെന്ന് അങ്ങോട്ട് കയറിയിരുന്നു. പിറ്റേന്ന് ബദറും ഖൈബറും ഹുനൈനും ഒരു ബഹളം തന്നെ, ഉള്ളാരെ അടിക്കുന്ന, പത്രം കെട്ടി ഉടക്കുന്നു, മറ്റേ ചെയ്യുന്ന, കഥപ്പെട്ട പെട്ടാൻ നടക്കുന്നു, എല്ലാം കുഴപ്പം തന്നെ. എന്താ ഇന്നത്തെ സംഭവം അവൾ മൈൻഡ് ചെയ്തില്ലെന്നുള്ളത്. 3-4ാമത്തെ ദിവസമായപ്പോൾ 2 പേരും 2 ഖരമായിട്ട് കിടന്നു. രാത്രി 1 മണിയായപ്പോൾ ആരോ ഒന്ന് സൈഡിൽ മുട്ടിയെന്ന് തോന്നി. ഇതൊക്കെ കുഞ്ഞിനത്തുള്ള പെണ്ണുങ്ങളാകട്ടോ. ഭർത്താവ് കിടഞ്ഞാണ് കളഞ്ഞിട്ടും പോകുന്നത് കുറഞ്ഞ പെണ്ണുങ്ങളുടെ പരിപാടി. യഥാർത്ഥത്തിൽ കുഞ്ഞിനത്തുമുള്ള പെണ്ണുങ്ങൾ കളയത്തില്ല. ഭർത്താവ് അകത്തുനിന്ന് മുട്ടിയാലും അവനെ ഉറക്കത്തില്ല, അവർക്ക് കാണും. തട്ടിയും മുട്ടിയും. അതാണ് ശരിയായ സ്ത്രീകൾ. അങ്ങനെ നേരത്തെ മുട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ചവിട്ടും തെളിവൊക്കെ ഉണ്ട്. എല്ലാം മറന്നു, എല്ലാം വിട്ട് ഇതിനു മുമ്പ് ഒരിക്കലുമില്ലാത്ത ബന്ധം അവരുടെ ഉണ്ടായി. പരസ്പരം കെട്ടിക്കൂടണം, എല്ലാം പൂർവ്വ വരും. ഇതാണ് അള്ളാഹുതആല സൈക്കോളജിക്കലായിട്ട് പറഞ്ഞ് നിങ്ങളൊന്ന് അകന്നു നിൽക്കണം. ഉപദേശം കൊണ്ട് അതിൽ അകത്തി നിർത്തിക്കൊണ്ട് കുറച്ച് ദിവസം ഒന്ന് പരിശോധിച്ചാൽ ശരിയായിക്കോളും. അല്ല, അത്യാവശ്യത്തിന് അവൾ നന്നാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ 2 രക്തം പൊട്ടാത്ത, അങ്ങനെ കേടുവരാത്ത 2 അടി കൊടുത്താലും കുഴപ്പമില്ല, എന്നാലും ഉപേക്ഷിക്കരുത്. നന്നാവുമെന്ന് ഉറപ്പ് വരണം. അടിച്ച ചീത്തയാവുമെന്ന് കണ്ടാൽ അടിക്കൽ ഹറാമാണ്. ഇതെല്ലാം ചെയ്തിട്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ അതുകൊണ്ടും വിട്ടില്ല. ഇന്ത്യയിൽ അങ്ങോട്ട് പറയുന്നുണ്ട് കാര്യം.
ഇനി അവളുടെ കൂട്ടത്തിൽ നിന്നൊരു കാണുന്നവരെയും നിന്റെ കൂട്ടത്തിൽ നിന്നൊരു കാണുന്നവരെയും കൂടി ചേർത്ത് അവള് ഞങ്ങളുടെ ഇടയിൽ ഇതിനൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു തീർക്കാൻ ഭാര്യയുടെ ഭർത്താവിന്റെയും രണ്ട് കാരണവന്മാരെ ചേർത്ത് ഇതിനകത്തൊരു കോംപ്രമൈസ് ടോക്ക് നടത്തണം. അവർ രണ്ടുപേരും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അത് പ്രശ്നം തീരും. അത് മനസ്സിലായി. ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടന്ന് പ്രശ്നം തീരത്തില്ലെന്ന് കണ്ടാൽ ഭദ്രത്തിൽക്കൂന്ന് തരാക്കം വാഴ്ന്ന ഒറ്റ തരാക്ക എല്ലാവൂന്നാണ് പറഞ്ഞു. 3 തരാക്കത്തിൽ പെണ്ണിനെ പിരിക്കുന്നത് പോലും ഇത്രയും അനുവദിച്ച ഒരു സാധനം ഇത്രയും എനിക്ക് വെറുപ്പുള്ളൊരു കാര്യം അറിയില്ല. എന്താണ് ഒറ്റ തലാഖ് എഴുതി വിടണമെന്ന് പറഞ്ഞത്? ഒരു തലാഖ് എഴുതി കഴിഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവളെ ചിന്തിക്കും, യുദ്ധ കഴിയുമ്പോൾ ഞങ്ങൾ അകന്നു പോവും, കൊച്ചുങ്ങളും മക്കളും ഒക്കെ അന്യാധീനപ്പെട്ടു പോവും, അയാൾക്ക് വേറെ പെട്ടെന്ന് വെള്ളു കിട്ടും, ഞാനൊരു ഭർത്താവുമായി ചേരാൻ എനിക്ക് കഴിയില്ല. ഈ ചിന്തകളെല്ലാം ഒന്ന് ആലോചിക്കാൻ ടൈം കിട്ടി. അപ്പോൾ അവള് ആരെങ്കിലും കൊണ്ട് പറഞ്ഞ് യോജിപ്പിച്ച് തീരും. അതിനൊരു വിടവ് ഒരു തലാഖ് എഴുതിയ യുദ്ധ കഴിയുമ്പോഴെങ്കിലും ഓർത്തും അങ്ങനെ യുദ്ധ കഴിയുന്നവരെ കാത്തിരുന്നിട്ടും ഇവർ യോജിച്ചില്ല. വിവാഹം എന്ന് വേർപെട്ടു പോയി. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസാന്തരം ഉണ്ടായി. പല ആളുകൾ നമ്മൾ യോജിക്കാറുണ്ട്. എന്നാൽ ഇക്കാവുന്ന കുറിക്കാൻ മതി, വേറൊരാളെ കല്യാണം കഴിച്ച് സംയോഗം ചെയ്യണ്ട, ഞാൻ ഇക്കാവുന്ന കുറിക്കാൻ മതി. അപ്പോൾ ഭാവിയിൽ എന്നെങ്കിലും അവർ തിരിച്ചു വരും എന്ന് കണ്ടാൽ പോലുമായിട്ടുള്ള ചാൻസ് ഇട്ടുകൊണ്ട് തരാൻ ചെയ്യാവുന്നതാണ്. ഇത്ര ഡീപ്പായിട്ട് സൂക്ഷിച്ചൊരു നിയമം ഭൂമിയിൽ എവിടെ ഉണ്ടല്ല. ഇസ്ലാമിനെ പോലെ റഹ്മാൻ ഇതൊക്കെ എന്നെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കാനും ഒരു 10-100 ആൾക്കാർ തെരഞ്ഞെടുത്തത് മുറിയിലാക്കിയതുകൊണ്ട് എനിക്ക് അവസരം ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്തുകളയല്ലേ, ഞാൻ ആ കുഴപ്പത്തില്ല, എങ്കിൽ ഞാൻ പറഞ്ഞു പോയെന്നുള്ള. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാന്യന്മാരായ ആൾക്കാർ അവരെ ബഹുമാനിക്കുമെന്നാണ് വിധങ്ങൾ പറഞ്ഞത്. നല്ലവരായ പുരുഷന്മാരെന്ന് പറയുന്നത് ഭാര്യയ്ക്ക് നന്നാവുമ്പോഴത് നല്ലവരാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കളുടെ വിട്ടുവീഴ്ചയ്ക്ക് എപ്പോഴും തയ്യാറാകണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ബീവി ഖദീജ നിങ്ങൾക്കറിയില്ലേ? ആരാണ് സഹോദരിമാരെ ഖദീജ? ബഹുമാനപ്പെട്ട ഖദീജ ആരാണ്? ഖദീജ ഞാൻ അതിനുവേണ്ടി മാത്രം മക്കത്തേക്ക് ഒരു പോക്ക് പോയി. ഖദീജയുടെ കവങ്ങെടുത്ത് പോകാൻ ഇവിടുന്ന് പോയതല്ല, കളവാ. ഞാൻ വിദ്യയിൽ താമസിക്കുമ്പോൾ ഞാൻ 3-4 പ്രാവശ്യം മക്കത്ത് ഒരു പ്രാവശ്യം പോയി ഖദീജയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ പല പ്രശ്നങ്ങളും അവരോട് പറയാൻ വേണ്ടി തന്നെ പോയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരോട് പറയാൻ എന്ന് പറഞ്ഞാൽ അവരുടെ കവങ്ങെടുത്തിരുന്നു. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തണുപ്പും തണലും താങ്ങും തിരങ്ങുമായിരുന്നു ഖദീജ. എന്ത് വിഷമം വന്നാലും തങ്ങൾക്ക് ധൈര്യം കൊടുത്ത ബീവിയാണ്. അപ്പൊ അവിടെ ചെന്ന് നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത് അവര് ബർക്കത്തുകൊണ്ട് ജാഹുകൊണ്ട് തരുന്നതിന്റെ കാര്യം സാധിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഖദീജ റളിയല്ലാഹു അൻഹായെ സഹോദരിമാർ അറിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തൂന്ന് ഇത്രയും ശത്രുക്കൾ ഒന്നിച്ച് ഒരുപോലെ നിന്ന് ഭയക്കുന്ന കാലത്ത് തങ്ങൾ ആ മസ്ജിദുൻ നൂറിന്റെ ജബലുൻ നൂറിന്റെ അപ്പുറത്ത് ആ ഗുഹയിൽ പോയി തങ്ങൾ വിശ്രമിക്കുന്ന പതിവുണ്ടായിരുന്നല്ലോ. ഇത്തവണയും ഞാൻ അവിടെ പോയിട്ട് ജബലുൻ നൂറിന്റെ മേളിലേക്ക് ചെറുപ്പക്കാർ കയറിപ്പോകുന്നത് ദൂരെ നോക്കുന്നത് കണ്ടു. നിങ്ങൾ നോക്കണം, 1500 കൊല്ലത്തിനപ്പുറത്തും വേണ്ട ഒരു 50 കൊല്ലത്തിന് മുമ്പുള്ള രാജ്യമാണോ നിങ്ങളുടെ ഈ രാജ്യം? 50 കൊല്ലത്തിനിപ്പുറം എന്തെല്ലാം പരിഷ്കാരങ്ങൾ ഈ രാജ്യത്ത് വന്നു. 50 കൊല്ലത്തിന് മുമ്പ് ഈ രാജ്യം ഇങ്ങനെയാണോ? അല്ല. അപ്പോൾ നോക്കട്ടെ, മക്കമാണെങ്കിൽ മക്കവും ഈ ജബലിനോടൊക്കെ 1500 കൊല്ലം മുമ്പ് അതിന്റെ ആരെന്തായിരിക്കും? 1500 കൊല്ലത്തിന് മുമ്പ് ആ മലയുടെ അപ്പുറത്തുള്ള ആ എന്തോനകത്ത് കൊത്തിനകത്ത് ആ ഗുഹയ്ക്കകത്ത് നബി വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഇന്ന് ചെറുപ്പക്കാർക്ക് കയറാൻ വയ്യാത്ത ആ മലയുടെ മുകളിൽ ബഹുമാനപ്പെട്ട ഉമ്മുനാ ഖദീജ അലൈഹിസ്സലാം
ഭക്ഷണപ്പൊടിയും വെള്ളവുമായിട്ട് ഉന്നാനവിന്റെ അരിയിലേക്ക് അവർ തീരുമാനിച്ചത് ആരും അറിയാതെ കയറിപ്പോകുമായിരുന്നു. അവർക്ക് ഇഷ്ടം പോലെ വേലക്കാരുള്ള സ്ത്രീയാണ് ഖദീജ ബീവി. പക്ഷെ ആരോടും പറഞ്ഞു വിടാൻ പറ്റത്തില്ല. പുറത്തു വന്നു പോയാൽ വളരെ കുഴപ്പമുള്ള കാലമാണ്. ആരും അറിയാതെ ഭക്ഷണവും കൊണ്ട് ആ മലയിടുമ്പോൾ നിത്യവും ഖദീജ ബീവി കയറിപ്പോകുമായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ അല്ലാഹു കരഞ്ഞു പോവും. പ്രിയപ്പെട്ട ഇതിന്റെ പുറത്തല്ലേ ഖദീജ ബീവി കയറിയത് മുമ്പേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കുന്ന കഷ്ടങ്ങളിലൊക്കെ ഒരിക്കലും തങ്ങളെ അല്ലാഹു കൈവിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിക്ക് സാന്ത്വനപ്പെടുത്തിയിരുന്നു. അവരുടെ സമ്പത്ത് കൊണ്ട് നബിയെ എല്ലാ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തിയതുമായ ഉമ്മുനാ ഖദീജ അലൈഹിസ്സലാം അവർ ആയിഷയെ പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത് ഐശ്വര്യെ ഖദീജ ബീവിയോട് വെറുപ്പാണെന്ന് കരുതിയാൽ നിന്റെ ഈമാന്റെ തല കാണത്തില്ല. ഖദീജ ബീവിയോട് റസൂലുള്ളാഹിക്ക് ഇത്രയും പ്രിയമുണ്ടെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഐശ്വര്യ പറയുന്നതാണ്. അഹദുമിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജത്തുൽ കുബ്ര. റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ നിന്ന് എനിക്ക് ഏറ്റവും വെറുപ്പ് ഖദീജയോടാണ് ഐശ്വര്യ പറയുക. എന്താ കാരണം? കസീറമായ എപ്പോഴും റസൂലുള്ളാഹി അതിലാണ് കഥ പറയാനേ നബിക്ക് നേരമുള്ളൂ. എന്തായിരിക്കും നബിയുടെ മഹബത്ത് അവരോട്? എപ്പോഴും ഖദീജ. എനിക്ക് ഞാനൊരു ഭാര്യ ചിലപ്പോൾ എന്താ പറഞ്ഞത്, ഖദീജ ബീവിയോട് നബിക്ക് വലിയ പ്രേമമാണെന്നും പ്രിയമാണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ വെറുപ്പായിട്ടല്ല. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല ഉപമായത് ശാസ്ത്രൻ ചിലപ്പോൾ നിമിഷമാ ഖദീജ ബീവിക്ക് വേണ്ടി ആട്ടിനിറക്കും. ഖദീജയുടെ വീടുകളിലെല്ലാം ബന്ധപ്പെട്ട വീടുകളിലൊക്കെ നബി കൊടുത്തേക്കും ഹദിയായിട്ട് അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാമായിരുന്നു. അവർ വഫാത്തായതിനു ശേഷം നബി ഇങ്ങനെ സ്നേഹിച്ച് ചെയ്തു. അങ്ങനത്തെ ഖദീജ ബീവി സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കണം, അവർ രോഗിണിയായി കിടപ്പായില്ലേ? ഖദീജ ബീവി മരിച്ച ആ രോഗം പിടിച്ച് കുറച്ച് ദിവസം അവർ കിടന്നു. ഒരു ദിവസം അവരുടെ മരണത്തിന്റെ ദിവസം ബഹുമാനപ്പെട്ട വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ബീവിയുടെ രംഗം ആകത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഖദീജ ബീവിയെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരിമാർക്കറിയാവുന്ന കഥ നിങ്ങൾക്കുണ്ടല്ലോ ഒരു പാട്ട്. ഇത് ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ ചരിത്രം എഴുതിയ കിതാബുണ്ട്. അതിനകത്ത് പറഞ്ഞതുപോലെ കുറെ വിശദമായിട്ട് പാട്ട് നിങ്ങൾ പാടിയിട്ടില്ലേ? അല്ലേ? പുന്നാരനേബി മനകൊള്ള വന്നല്ലോ ബീവി ഖദീജയെ തിരുനേബി കണ്ടല്ലോ. നബി വീട്ടിൽ വന്ന് ഖദീജ ബീവിയുടെ അവസ്ഥ നേരിട്ട് കണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അവരോട് ചോദിച്ചു, വന്നുള്ള എണ്ണം കൂട്ടിഫായില്ലേ ബീവിക്ക്? നിങ്ങളുടെ രോഗത്തിന് കുറവൊന്നുമില്ലേ? മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ബീവി ജവാബും അബുൽ ഖാസിമായോരെ വന്നേ സുഖക്കേടിൽ ഇല്ല സുഖം തീരെ. എന്റെ അസുഖത്തിനൊരു കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബിയെ നോക്കിക്കൊണ്ട് ഖദീജ ബീവി കണ്ണുനീരൊളിപ്പിക്കുന്നത് കണ്ടപ്പോൾ നബി ചോദിച്ചു, ഖദീജ ബീവിയോട്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിക്കുന്നു, നീ എന്തിനാ മരണമെന്ന് പറയുന്നത് സംഭവിക്കുന്ന കാര്യമല്ലേ? അതിനെപ്പറ്റി സങ്കടപ്പെട്ട് കരയാൻ പാടുണ്ടോ? മൗത്ത് വേദന നമുക്ക് അനുഭവിക്കാതെ പറ്റുമോ? ഇനി ഈ തരത്തിലുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ലളിതങ്ങൾ ഭാര്യയോ ഖദീജയോട് ചോദിക്കുന്നു, കരയുന്നത് എന്തിന ഓമനപ്പോയി? അപ്പൊ മുപ്പത്തി പറയുന്നു, അടിവരനേബിയെ വരുത്തം കൊണ്ടല്ലോ വന്നിടും മൗത്തിനെ പേടിക്കും അല്ലല്ലോ. എബിയെ, ഞാൻ കരയുന്നത് മൗത്തിന്റെ വേദന സഹിക്കാൻ വയ്യാതെ അല്ല, അത് പിടിക്കാൻ എനിക്ക് സബൂറുണ്ട്. ഞാൻ മരിച്ചു പോകുമെന്നുള്ള പേടിയും എനിക്കില്ല.
ബീവി കരയുവാൻ പിന്നെന്ത് കാരണം? പുന്നാരമാരേരെ ഇണയായി വാങ്ങു ഞാൻ. പിന്നെ അതൊന്നും അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കരയെന്ന് പറഞ്ഞ? അപ്പോഴാണ് ബീവി പറയുന്നത്, പുന്നാരമാരേരെ ഇണയായി വാണു ഞാൻ. ഞങ്ങളുടെ ഭാര്യയായി ഞാൻ അയച്ചിരുന്നതിന് ശേഷം പോരെ ഇഷ്ടത്തിനൊത്ത ഹിദ്മത്ത് പൂർത്തീകരിച്ചിടാൻ സാധിക്കാതല്ലോ. ഞാൻ കരഞ്ഞാണ്. ഓരോ ഇഷ്ടത്തിനൊത്ത ഹിദ്മത്ത് പൂർത്തീകരിച്ചിടാൻ സാധിക്കാതല്ലോ. വല്ലൊരു തെറ്റും ഞാൻ ചെയ്തിട്ടതുണ്ടെങ്കിൽ വളരെ മാപ്പാക്കി തരണം എനിക്കിപ്പോൾ. അതിജാതിയായിട്ട് അവരുടെ സകല സ്വത്തും മുതൽ കൊടുത്ത് തങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ച ബീവി അവർ പറയുന്നു, വല്ലൊരു തെറ്റും ഞാൻ ചെയ്തിട്ടതുണ്ടെങ്കിൽ വളരെ മാപ്പാക്കി തരണം എനിക്കിപ്പോൾ. അല്ലത് പറഞ്ഞ് ഖദീജ എഴുന്നല്ലോ റസൂൽ നബിയാരെ പാദം പിടിച്ചല്ലോ. അവിടുന്ന് വലിഞ്ഞെഴുന്നേറ്റ് ഖദീജ ബഹുമാനപ്പെട്ട നബിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, വല്ലൊരു തെറ്റും ഞാൻ ചെയ്തിട്ടതുണ്ടെങ്കിൽ വളരെ മാപ്പാക്കി തരണം എനിക്കിപ്പോൾ. അല്ലത് പറഞ്ഞ് ഖദീജ എഴുന്നല്ലോ റസൂൽ നബിയാരെ പാദം പിടിച്ചല്ലോ. എന്നിട്ട് വന്നക്കം ചൊല്ലി കേഴുന്നു, എന്റെ മേൽ ഹുബ്ബ് ചൊരിയമേ ഹോജാവേ, എന്റെ മേൽ ഹുബ്ബ് ചൊരിയമേ ഹോജാവേ. പ്രിയപ്പെട്ട സഹോദരികളെ, ഖദീജയും ഖദീജയുടെ സമ്പത്തും പരിശുദ്ധ ദീനിനും നബിക്കും ഉണ്ടാക്കിയ സഹായങ്ങൾ അത് അവാച്യമാണ്. അത്ര വളരെ വലുതായിരുന്നു. അങ്ങനത്തെ ബീവി അവർ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ പിടിച്ചുകൊണ്ട്, വല്ലൊരു തെറ്റും ഞാൻ ചെയ്തിട്ടതുണ്ടെങ്കിൽ വളരെ മാപ്പാക്കി തരണം എനിക്കിപ്പോ. ഇത് സഹോദരിമാര് നമ്മൾ മാതൃകയായിരിക്കണം. എപ്പോഴും ഭർത്താക്കന്മാര് ഒരിക്കൽ നിന്ന് നമ്മൾ എപ്പോഴും അവരുടെ തൃപ്തിയും പൊരുത്തവും നമ്മൾ നേടിയാൽ ഐക്യമന്ത്രത്തിൽ മാത്രത്തിൽ ദഹനത്തിൽ തന്നെ അവർക്ക് സ്വർഗം സുനിശ്ചിതമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ശരിയായ ഭാര്യമാരായി, ശരിയായ സാലിഹത്തുകളായ ഭാര്യമാരായി, ഉത്തമയായ ഭാര്യമാരായി, ഭാര്യ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വീടുകയും സംരക്ഷിക്കുന്ന ഭാര്യമാരായി ജീവിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവരോട് സ്ത്രീകളെ ബഹുമാനിക്കുന്ന മാന്യന്മാരായ കരീമീങ്ങളായ ഭർത്താക്കന്മാരാകാൻ അല്ലാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട തങ്ങളവർക്കും അഹ്ലുബൈത്തിന് പൊതുവെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഹക്കുകൊണ്ട് അഹ്ലുബൈത്തിന്റെ ബർക്കത്ത് ജാഹുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു.